ഹലോ, ഹലോ വിവാൻ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഗുഡ് ഈവനിങ്. വിമൽ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിച്ചു വരുന്ന സൗജന്യ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ദിവസവും പുതിയ കാര്യങ്ങളെ അന്വേഷിച്ചും പുതിയ കാര്യങ്ങളെ പഠിച്ചും പുതിയ കാര്യങ്ങളെ നമ്മൾ പ്രാവർത്തികമാക്കിയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തും മറ്റുള്ളവരിലേക്ക് എത്തിച്ചുമൊക്കെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സ്റ്റേജാണ്. വിശേഷിച്ചും സൈക്കോളജിയിലൊക്കെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആയതുകൊണ്ട് തന്നെ ചൈൽഡ്ഹുഡുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി എന്നുള്ളത് തീർച്ചയായിട്ടും ഏതൊരു കൗൺസിലറും സൈക്കോളജിസ്റ്റും കൃത്യമായിട്ട് പഠന വിധേയമാക്കേണ്ടതുണ്ട്. ചൈൽഡ് സ്റ്റേജുകളെ കുറിച്ച് അതിൻ്റെ ഡെവലപ്മെന്റുകളെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നീങ്ങുകയും വേണം. ഇന്ന് ചൈൽഡ്ഹുഡ് ട്രോമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫിയർ ആൻഡ് ദ റൂട്ട്സ് ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ചർച്ചയാണ് ഇന്ന് നമ്മളുടെ സൗജന്യ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇനിയഗ്രാം എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള പേഴ്സണാലിറ്റി സൈക്കോളജിയെ കുറിച്ചിട്ടുള്ള കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന, അതിനെ ലീഡ് ചെയ്യുന്ന മുഹമ്മദ് റാഫി സാർ ഇനിയഗ്രാം ട്രെയിനറാണ്, സൈക്കോളജിക്കൽ കൗൺസിലറാണ്. അവരാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് ലീഡ് ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളെ അധികരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സാറിൻ്റെ വെബിനാറുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു വെബിനാറിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റാഫി സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫൈസൽ സാർ. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ മുമ്പും ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെ നടത്തിയത് കൊണ്ട് തന്നെ ഭൂരിപക്ഷം ആളുകൾക്ക് എന്നെ കണ്ടിട്ടും കേട്ടിട്ടും പരിചയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ ഓൾറെഡി മൈസെൽഫ് മുഹമ്മദ് റാഫി, ബാക്കി കാര്യങ്ങളൊക്കെ സാർ ഇവിടെ ഓൾറെഡി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഓണാക്കാൻ കംഫർട്ട് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, കുറച്ച് ആളുകളെ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഓണാക്കിയിട്ട് ഇരിക്കുക. നമുക്കൊരു ജസ്റ്റ് എന്താ പറയുക, നമ്മളിങ്ങനെ ക്ലാസ് കേട്ട് പോവുക എന്നതിലുപരി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനും അതുപോലെ തന്നെ നമുക്ക് കുറെ കൂടെ ആ ഒരു ക്ലാസ്സിന്റെ ഫീല് കിട്ടാനൊക്കെ നിങ്ങൾ വീഡിയോ ഓണാക്കി ഇരിക്കുന്ന സമയത്ത് ഉപകാരപ്പെടും. അപ്പോൾ മറ്റുള്ളവർ വീഡിയോ ഓണാക്കാത്തതിന് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള പല കാരണങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാനും ഓണാക്കണ്ട എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ വീഡിയോ ഓണാക്കിയിട്ട് തന്നെ ഇരുന്നോളൂ. കുറെ കൂടെ ബെറ്റർ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും, കുറെ കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ക്ലാസ്സും മുന്നോട്ട് പോകാൻ പറ്റും. മുമ്പ് നമ്മൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, വെബിനാറുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മുടെ വെബിനാറിന്റെ ടോപ്പിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് കൂടെയാണ്. മെയിൻലി നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങളൊരു ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ എന്ത് ചെയ്യുക, ഒടുക്കം വരെ നിങ്ങൾ ഈ ഒരു ക്ലാസ് ശ്രവിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഫൈനലി നമ്മൾ ഇതിന്റെയൊക്കെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൂടെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നോർമലി നമുക്കറിയാം, ഒരുപാട് സൈക്കോളജിസ്റ്റുകളും സൈക്കോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ വിംബിൾ എന്ന് പറയുന്നത്. ഇവിടെ ഈവൻ നമ്മുടെ CBTന്റെ ഒക്കെ കോഴ്സ് അടക്കം നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ചൈൽഡ്ഹുഡ് ട്രോമേന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാറ്റഗറീസ് ഒക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് ആയിട്ടും തെറാപ്പി ആയിട്ടൊക്കെ. പക്ഷേ ഇതിൽ നിന്നും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത് പേഴ്സണാലിറ്റിയുമായിട്ടാണ്. അതായത് ഇതിന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളമാണ്, ഇപ്പൊ നമ്മുടെ സ്വഭാവത്തെ എത്രത്തോളം ഇത് ബാധിക്കും
ഇങ്ങനെയുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചൈൽഡ്ഹുഡ് ട്രോമ എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ബ്രീഫ് തരാം. അതായത് നമ്മൾക്ക് ഒരു 0 to നമ്മളുടെ എത്ര ഏജ് ആണോ നമ്മുടെ ആ ഒരു ടോട്ടൽ ഏജ്, അല്ലെങ്കിൽ 0 to ഒരു 18 ഏജ്, ഇപ്പൊ നമ്മുടെ ഇത്രയും വർഷത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തുടക്കം മുതലുള്ള ഒരു 18 വയസ്സ് വരെയാണ് നമ്മുടെ ഒരു കുട്ടിക്കാലം എന്നുള്ളത് കണക്കാക്കുന്നത്. ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ അഡൽട്ട് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ അതിന്റെ താഴെയുള്ള ആളുകൾ വരുന്നത് 18 വയസ്സിന് താഴെയാണ്. അപ്പൊ നമ്മുടെ ഒരു ജനനം മുതൽ നമ്മുടെ ഒരു 18 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൂന്നായിട്ട് ഇതിനെ തരംതിരിക്കാം. ഒന്നാമത് നമുക്ക് ശാരീരികമായിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നല്ലതും ചീത്തതുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ഈ ട്രോമ എന്ന് പറയുന്ന സമയത്ത് അതിൽ ചീത്തതായിട്ടുള്ള കാറ്റഗറീസ് ആണ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ശാരീരികമായിട്ടുള്ള അനുഭവങ്ങൾ. രണ്ടാമത് വരുന്നത് വെച്ചാൽ നമുക്ക് മാനസികമായിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. ഓക്കെ, അത് നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും. പിന്നെ നമുക്ക് ലൈംഗികമായിട്ടുണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങൾ. ഈ 3 കാറ്റഗറീസിനെ നമുക്ക് പ്രധാനമായിട്ട് ഉൾപ്പെടുത്താം, വേറെയും കാറ്റഗറീസ് ഉണ്ടെങ്കിലും. അപ്പൊ ഈ ഒരു 3 കാറ്റഗറീസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്ന സമയത്ത് ഉൾപ്പെടുത്തുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമുക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും, അതൊരു ട്രോമയായിട്ട് പിന്നീട് വരാനും നമ്മുടെ പിന്നീടുള്ള ഫ്യൂച്ചർ ലൈഫിനെ അത് ബാധിക്കാനും ഒരു കാരണമാകും. അതിൽ ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുമുള്ള ട്രോമകൾക്ക് ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവഗണന. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും അവഗണന പല കാരണങ്ങൾ കൊണ്ട്. എക്സാമ്പിൾ ചിലപ്പോൾ നമ്മളെ വർണ്ണത്തിൽ ഒരാളെ അവഗണിക്കാം, ഒരാളുടെ ഒരു കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നിറം കൊണ്ട് ശാരീരിക ഭംഗി കൊണ്ട് ഇതുകൊണ്ടുള്ള ഒരു അവഗണന, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരാൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു വിക്കുള്ള ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു വിക്ക് വരുന്നുണ്ടാവും. ഈ സമയത്ത് അവന്റെ വിക്ക് വന്നിട്ട് ഇവന്റെ അടുത്ത് സംസാരിച്ച് ഇവനെന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നേരം വെളുക്കും നമുക്ക് പോവാന്ന് പറയും. അപ്പൊ അവൻ അവിടെ ഫീൽ ചെയ്യുന്ന ഒരു അവഗണന ഉണ്ട്. ഇവന് അവന്റെ വേണ്ടപ്പെട്ട ഫാമിലി, ഇപ്പോ ബ്ലഡ് റിലേഷനിൽ പെട്ട ഫാമിലിയിൽ പോലും അവനെ അറിയാം, അവനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവന് ഇഷ്ടമുണ്ട്, അവനെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ആണെങ്കിലും കൂടെ അവിടുത്തെ പല സാഹചര്യങ്ങളിലും അവൻ പോലും അറിയാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ആളുകൾ അവർ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അവഗണിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അവഗണിക്കുകയാണെന്നുള്ളത് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അവര് കോൺഷ്യസ്ലി ആയിരിക്കില്ല ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതൊക്കെ അവനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അവന്റെ ഒരു വർണ്ണത്തെ അവഗണിക്കുന്നത്. മറ്റേ ഈ കറുത്തിട്ടുള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരാളുടെ അഡ്രസ് ആയിട്ട് പറയുന്നത്, പക്ഷെ അത് ഒരു വ്യക്തിക്ക് എത്രത്തോളം ഹേർട്ട് ആവുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മെയിൻലി നമ്മുടെ ഒരു സ്കൂൾ ലൈഫിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നമ്മളിപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവും. ഈ കുട്ടികളെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ ചിലപ്പോൾ പേരുകൾ കിട്ടില്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും ഒരു പുതിയ ടീച്ചർക്കോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പേരുകൾ കിട്ടില്ല. അപ്പൊ നമ്മളൊരു വ്യക്തിയുടെ അടയാളങ്ങളാണ് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു അടയാളം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന അതേ കൺസെപ്റ്റിലായിരിക്കില്ല ആ വ്യക്തികൾ അതിനെ കാണുന്നുണ്ടാവുക. അവർക്ക് അതൊരു തരം ട്രോമയാകാം. അത്തരം ചെറിയ കാര്യങ്ങൾ മുതൽ, ഇത് ചെറിയ ഇൻസിഡൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്, അവഗണന പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലെ കലഹങ്ങൾ. നമുക്കിപ്പോ എക്സാമ്പിൾസ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിൽ ഉള്ള കലഹങ്ങൾ പൊതുവെ നമ്മുടെ ഒക്കെ ഒരു കുട്ടിക്കാലം സങ്കല്പിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളും കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ ഉണ്ടാവാം. മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ, എല്ലാ ഫാമിലീസിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു തട്ടലും പൊട്ടലൊക്കെ ഉണ്ടാവും. ചില ഫാമിലീസിൽ അതിൽ കൂടുതലായിരിക്കും. എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും തല്ലാണ്. അപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുണ്ട് അവിടെ. ഓക്കെ, ഈ പ്രശ്നം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന, പേടിയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന, അപ്പോ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമ്മേനെ ഇപ്പോ അച്ഛൻ തല്ലാൻ പോവാണ്, ശാരീരികമായിട്ട് കുട്ടിക്ക് അതിനെ എന്താ പറയാ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാനോ അതിനെ തടുക്കാനുള്ള ഒരു ശേഷിയില്ല. ചെറിയൊരു കുട്ടിയാണെന്ന് വിചാരിക്കും, ഒരു 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ്. ആ ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഭീതിയുണ്ട്, ഒരു പേടി. ഓക്കെ, ഈ ഒരു പേടി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഫ്യൂച്ചറിൽ അവനെ എന്ത് ചെയ്യാം, ഈ ഒരു പേടി വലുതായിട്ട് മറ്റൊരു തരത്തിൽ അവനെ എഫക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന അവഗണനകൾ അത് കുറെ കൂടെ എന്ത് ചെയ്യും, കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാഴ്ചകളിലൂടെ ഉണ്ടാകുന്നതും ആക്സിഡന്റിലൂടെ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട അവഗണന, ഒരു തരം ഫീവേഴ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടെയുള്ള ഒരു സുഹൃത്ത് ആക്സിഡന്റ് ആകുന്നത് നേരിട്ട് കാണാൻ ഇടയായി. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഷോക്ക്, ഈ ഒരു ഷോക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ അവനെ ഒരു ട്രോമയായിട്ട് എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്.
ഇതേപോലെ തന്നെ ആക്സിഡന്റ് മാത്രമല്ല, ഇതിപ്പോ ഒരു മോശപ്പെട്ട ഒരു അനുഭവം, അത് ശാരീരികമായിട്ടുള്ളതായിരിക്കാം, മാനസികമായിട്ടുള്ളതായിരിക്കും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ട് പറയുന്നത് പേഴ്സണാലിറ്റി, ഇത് വല്ലാത്തൊരു ഫാക്ട് ആണ്. അതായത് ഒരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഈ 50 കുട്ടികൾ ഒരുപോലെ ആയിരിക്കില്ല. ഈ 50 കുട്ടികളുടെയും ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടീനെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കുക എല്ലാ കുട്ടികളെയും നമുക്ക് ഇതുപോലെ അങ്ങ് ഡീൽ ചെയ്യാം. നടക്കില്ല. കാരണം ഓരോ കുട്ടികളുടെയും ടേസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഒരു അമ്മേനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ 3 മക്കളുണ്ടെങ്കിൽ ഈ 3 മക്കൾക്കും 3 തരത്തിലുള്ള പാരന്റിങ് ആയിരിക്കും ആവശ്യം ഉണ്ടാവുക. അപ്പൊ വേറൊരു കുട്ടിയുടെ അടുത്ത് പറയുന്നത് പോലെ മറ്റേ കുട്ടീൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്ത് ചെയ്യും? അത് ഫീൽ ആവും. ഒരു കുട്ടി അത് പോസിറ്റീവായി എടുക്കുമെങ്കിൽ, നീ തീരെ പഠിക്കത്തില്ല എന്ന് പറയുന്ന സമയത്ത് ഒരു കുട്ടി അതിന് ഇനി എനിക്ക് പഠിക്കണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, മറ്റൊരു കുട്ടി ചിന്തിക്കുന്നത് എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നായിരിക്കും, അല്ലെങ്കിൽ അമ്മക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ളതായിരിക്കും. ഓരോരുത്തരുടെയും ചിന്താഗതികൾ മാറുന്നുണ്ട്. ഈ മാറുന്നതിനുള്ള കാരണമാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓരോരുത്തർ റിസീവ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പൊ എനിക്കൊരു കാര്യം പല രീതിയിൽ റിസീവ് ചെയ്യാം. ഇപ്പൊ ഞാൻ റിസീവ് ചെയ്യുന്ന എന്റെ ആ ഒരു താല്പര്യം, ഞാൻ റിസീവ് ചെയ്യുന്ന എന്റെ ആ ഒരു രീതിയെ എനിക്ക് എന്ത് ചെയ്യാം? എന്റെ വ്യക്തിത്വം എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടി ഉണ്ടാകുന്ന സമയത്ത്, നമ്മളൊരു കുട്ടികളെ അടച്ചാക്ഷേപിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഓരോ കുട്ടികളും അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, അത് ഉൾക്കൊള്ളുന്നത് വേറെ രീതിയിലായിരിക്കും. നിങ്ങൾ ഒന്നും കൊള്ളത്തില്ല എന്ന് പറയുന്ന സമയത്ത്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം, ഞങ്ങൾ അങ്ങനെ കുറച്ചും കൂടി ഉഷാറാവണം, ആ ഒരു അർത്ഥത്തിലാണ് ടീച്ചർ പറഞ്ഞത്. അല്ലെങ്കിൽ വേറെ ആളുകൾ ചിന്തിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ടീച്ചർക്ക് ഞങ്ങൾ ആരും ഇഷ്ടമല്ല, ടീച്ചർക്ക് ഈ ക്ലാസ്സേ ഇഷ്ടമല്ല, ഞങ്ങളെ കാണുന്നത് പോലും ഇഷ്ടമല്ല, അങ്ങനെ ചിന്തിക്കുന്ന വേറെ കുട്ടികൾ, ഞങ്ങളോട് എന്തോ ശത്രുത ഉണ്ടെന്ന് ചിന്തിക്കുന്ന വേറെ കുറെ കുട്ടികൾ. ഓക്കെ, ഇത് കാരണം വെറുപ്പ് സൂക്ഷിക്കുന്ന വേറെ കുട്ടികൾ. അപ്പൊ ഓരോരുത്തരും റിസീവ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ഇതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിനനുസരിച്ചായിരിക്കും റിസീവ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചൈൽഡ്ഹുഡിൽ നമുക്ക് പലതരത്തിലുള്ള ട്രോമ ഉണ്ടായിട്ടുണ്ടാവും. ഇതിൽ എല്ലാ ട്രോമയും ഒരു എന്താ പറയാ, നമുക്കൊരു ട്രോമ ഡിസോർഡർ ആവാനോ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു സൈക്കോളജിക്കലി ഉള്ള ഒരു ഡിസോർഡർ പോലെ ഒരു ലെവലിലേക്ക് വരണം എന്നില്ല. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോരുത്തരുടെയും പ്രകൃതം, ശാരീരിക പ്രകൃതങ്ങള്, മെന്റൽ കപ്പാസിറ്റി, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഒരു 90s അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറെ കൂടെ സ്ട്രഗിളിങ് നിറഞ്ഞതായിരുന്നു. നമുക്കറിയാം, നമ്മളുടെയൊക്കെ ഒരു ചൈൽഡ്ഹുഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് സ്ട്രഗിളിങ്സ് ഉണ്ടാവാം, നമുക്കുള്ള സാധ്യതകൾ കൊണ്ടുള്ള ഒരുപാട് സ്ട്രഗിളിങ്സ് ഉണ്ടാവാം. നമ്മുടെ കൾച്ചർ വേറെ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇപ്പൊ കൾച്ചറൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ എല്ലാം നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് എന്താ പറയാ മെന്റൽ കപ്പാസിറ്റി ഉണ്ട്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് സ്ട്രഗിളിങ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അവൻ പോലും അറിയാതെ അവൻ മെന്റലി സ്ട്രോങ് ആവുന്നുണ്ടാവും. അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു വ്യക്തി നേരിടുന്ന സമയത്ത് ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള ഒരു കപ്പാസിറ്റി എന്ത് ചെയ്യുന്നുണ്ടാവും? ആ ഒരു വ്യക്തി ആർജിച്ചെടുക്കുന്നുണ്ട്. മേ ബി അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാത്ത ഒരു കുട്ടിക്കായിരിക്കാം കുറെ കൂടി ഇത് ബാധിക്കുക എന്ന് പറയാം. ഇത് ഞാൻ പറയുന്നതല്ല, ഇങ്ങനെയാണ് പൊതുവെ പഠനങ്ങളൊക്കെ പറയുന്നത്. അതായത് മെന്റലി കപ്പാസിറ്റി കുറഞ്ഞ കുട്ടികളെയാണ് കൂടുതലായിട്ട് ഒരു ട്രോമ എന്ത് ചെയ്യുന്നത്, വലിയ രീതിയിൽ സൈക്കോളജിക്കലി ആ ഒരു ട്രോമ ബാധിക്കുന്നത്. നാച്ചുറലി ബാധിക്കുന്ന രീതി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഒരു പാരന്റിങ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറയുന്നത് ഒരു തരം പേടിപ്പെടുത്തുന്നതോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ കുട്ടി ഒരു സ്കൂളിലേക്ക് വരുന്ന സമയത്തും ആ ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ ആ ഒരു പേടി എന്ത് ചെയ്യും? ഇൻക്ലൂഡഡ് ആവും. അങ്ങനെ ആ ഒരു കുട്ടി ഒരു സ്റ്റേജിലേക്ക് പെർഫോം ചെയ്യാൻ പോകുന്ന സമയത്ത്, മുമ്പ് ആരെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത സമയത്ത് ചീത്ത പറഞ്ഞതോ ഷൗട്ട് ചെയ്തതുമായിട്ടുള്ള ഒരു ട്രോമ ആ കുട്ടിയുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഈ സമയത്ത് സ്റ്റേജിൽ പോകുന്ന സമയത്ത് ആളുകളെ കാണുമ്പോൾ കുട്ടിയുടെ ഉള്ളിലേക്ക് ആ ഒരു ട്രോമ വരികയും കുട്ടികളുടെ ഒരു ബ്രീത്തിങ്ങിനെ തന്നെ അത് ബാധിക്കുകയും കുട്ടിക്ക് ഒരു പാനിക് ആവുകയും ചെയ്യും. ഇതേപോലെ എന്തൊരു സിറ്റുവേഷൻസിലും ഒരു കുട്ടിയെ അത് ബാധിക്കാം. ഇതേപോലെ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത്തരത്തിലുള്ള ട്രോമകൾ ബാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നതാണ് ഒരു പേടി. അതൊരു സ്റ്റേജ് ഫിയർ എന്ന് നമുക്ക് പറയാം, ഒരു സഭാകമ്പം എന്ന് പറയാം. നമുക്കൊരു സമൂഹത്തിലേക്ക് പോകുന്ന സമയത്ത്, പബ്ലിക് ആയിട്ടുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫിയർ. ഇതിനൊക്കെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇത് എവിടെയാണ് കിടക്കുന്നത്? ഈ കിടക്കുന്നത് നമ്മുടെ മെയിൻലി സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഞാൻ ഒരു എക്സാമ്പിൾ, ഒരു കുട്ടി ഇങ്ങനെ പേടിയുള്ള ഒരു കുട്ടിയെ ഞാൻ താൽക്കാലികമായിട്ട് ആശ്വസിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു റിലീഫ് കിട്ടുന്നുണ്ടാവും. പക്ഷേ ആ കുട്ടിയുടെ എക്സാക്ട് പ്രോബ്ലം കിടക്കുന്നത്, ആ ട്രോമ കിടക്കുന്നത് കുട്ടിയുടെ സേവിങ് മെമ്മറിയിലാണ്. അതായത് സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു മെമ്മറിയിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നും എന്ത് ചെയ്യണം?
ഇതിനെ പോക്കാൻ കഴിയണം. ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? സബ് കോൺഷ്യസ് മൈൻഡ് കുറെ കൂടെ എന്താ പറയാ റിയാലിറ്റിയിലൂടെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുന്നുണ്ടാവുക, തിരിച്ചറിവിലൂടെ. ഓക്കെ, അതായത് റിപ്പീറ്റ്ലി അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസിൽ പോസിറ്റീവ് ആകുന്ന സമയത്ത് എനിക്ക് എന്നെ സഹായിക്കാൻ ആരും ഇല്ല എന്ന് തോന്നുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു തോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ വരുന്നു, ഓക്കെ, ഇനി എന്നെ സഹായിക്കാൻ ആളുകൾ ഉണ്ട് എന്നുള്ള ആ ഒരു റിയാലിറ്റിയിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് വരുന്ന സമയത്ത് കുറെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും മൈൻഡ്. അങ്ങനെ പതുക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് തെറാപ്പിക്കൽ ആയിട്ടുള്ള ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ ബാധിക്കുന്ന കുറച്ച് പാർട്ടുകളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് നാച്ചുറലി വരുന്ന പേടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, എന്റെ ഫാമിലിയിൽ ഒരുപാട് ആളുകളുണ്ട് ഈ ചിക്കൻ കൂട്ടത്തില്ല. ചിക്കൻ എന്ന് പറയുന്ന ഫുഡ്, ചിക്കൻ എന്ത് ചെയ്യാം, മാംസം കഴിക്കത്തില്ല. ചിക്കൻ കഴിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ എന്താ കിടക്കുന്നത് വെച്ചാൽ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കാര്യം നേരിട്ട്. അപ്പോ ഈ കോഴി എന്തൊക്കെയോ വൃത്തികെട്ട സാധനങ്ങളെയും കൊത്തിപ്പെറുക്കി തിന്നുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഈ കോഴി നമ്മുടെ ഇപ്പോ പുഴു, അതുപോലെ തന്നെ നമുക്ക് ഒരു അറപ്പ് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ, ഇങ്ങനത്തത് കൊത്തിപ്പെറുക്കി തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി വോമിറ്റ് ചെയ്തു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, ഐ ഡോ നോ. ഒരാൾ വോമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വോമിറ്റ് ചെയ്ത സാധനം ഒരു കോഴി കഴിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അതിലൊരു അരിമണി ഉള്ളത് കോഴി കൊത്തി തിന്നു. ഇത് കാണുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ എന്ത് ചെയ്യും, ഒരു ട്രോമ ആയിട്ട് വരും. ഓക്കെ, ഇതൊരു നാച്ചുറൽ, ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ ചെറിയ ചെറിയ കൈൻഡ് ഓഫ് ട്രോമകളാണ്. അപ്പൊ ഇത് ഉണ്ടാകുന്ന ആ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിലാണെങ്കിൽ, അപ്പൊ ആ ഒരു കുട്ടിക്കാലത്താണെങ്കിൽ പോലും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഫ്യൂച്ചറിൽ ആ വ്യക്തിക്ക് ചിക്കൻ എന്ന് പറയുന്ന ഒരു മാംസത്തോട് ഭയങ്കരമായിട്ടൊരു അറപ്പ് തോന്നും. ഓക്കെ, അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ആ ഒരു ചിക്കൻ തന്നെയാണല്ലോ, അതുപോലത്തെ കോഴി തന്നെയാണല്ലോ എന്റെ മുമ്പിൽ പല രൂപത്തിൽ വരുന്നത്. അങ്ങനെ ആ ഒരു ചിന്ത എന്ത് ചെയ്യും, പുള്ളിയോട് അതിനോടുള്ള ആ ഒരു ടേസ്റ്റിനെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ആ ഒരു ചിക്കന്റെ ടേസ്റ്റ്, അത് എത്ര ഭംഗിയിൽ കൊടുത്താലും അവർക്കത് തിന്നാൻ പറ്റത്തില്ല. ഇനി അഥവാ അവരോട് പറയാതെ ആരെങ്കിലും അവരെ കൊണ്ട് തിന്നിപ്പിച്ച സമയത്ത് പറയാണ്, ഇതൊക്കെ ഉണ്ടാ ഒരു കുഴപ്പമില്ലല്ലോ, നീ തിന്നത് ചിക്കനാന്ന് പറയുന്ന സമയത്ത്, അത് അറിയുന്ന സമയത്ത് അവർക്ക് വൊമിറ്റ് ചെയ്യാൻ വരും. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും ചില സമയങ്ങളിൽ ചില ട്രോമകൾ ഉണ്ടല്ലോ, നമ്മൾ നെവർ മൈൻഡ് ആയിട്ട് വിടാറുണ്ട്. നമുക്ക് ചില ആളുകൾ എനിക്ക് അത് ഇഷ്ടമല്ല ഇത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഓക്കെ, ചിലത് നമുക്ക് അറിയുന്നതായിരിക്കാം, ചിലത് നമുക്ക് അറിയാത്തതായിരിക്കാം. നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പാറ്റേനെ പേടിയുള്ള വ്യക്തികള്, പാമ്പിനെ പേടിയുള്ള വ്യക്തികള്. ഓക്കെ, പണ്ട് കാലങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് പേടിയുള്ള ഒരു കാര്യമാണ് പാമ്പ് എന്ന് പറയുന്നത്. ഈ പാമ്പിനെ പേടിയുള്ളത് ചിലപ്പോ ഒരു ചാൻസ് ആണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കുന്നൊന്നുമില്ല കേട്ടോ. അതായത് പാമ്പിനെ പേടിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിച്ചു വന്നത് കുറെ കൂടെ ഒരു അത്യാവശ്യം വൈൽഡ് ആയിട്ടുള്ള ഒരു സ്പേസിലായിരിക്കാം. ഇപ്പൊ എന്റെ നാട് വയനാടാണ്. അപ്പൊ വയനാട്ടിൽ അത്യാവശ്യം എന്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ പാമ്പുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോ ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യം, ചെറുപ്പം മുതലേ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ നമ്മുടെ കട്ടിന്റെ അടിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പാമ്പിനെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ കണ്ട സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പേടി ഉണ്ടാവും. ഉദാഹരണം പറയാം, നമ്മുടെ വീട്ടിന്റെ അകത്തുനിന്ന് ഒരു പാമ്പിനെ കണ്ടു, അതായത് നമ്മൾ കുളിമുറിയിൽ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്തു, പാമ്പിനെ കണ്ട് ഞെട്ടി ഒരു സമയത്ത്. ഈ ഞെട്ടിയ സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഷോക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ പേടി, ഓൾറെഡി നമുക്ക് പാമ്പിനെ പേടിയാണ്, എന്നാൽ അതിന്റെ ആ ഒരു പേടിന്റെ ഗാഢത കൂട്ടും. ഈ സമയത്ത് നമുക്ക് അത് ഫ്യൂച്ചറിൽ എഫക്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിടക്കുന്ന സമയത്ത് ബെഡിന്റെ അടിയിൽ പാമ്പുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, പാമ്പല്ല ഇനി വേറെ എന്തെങ്കിലും ഇഴജന്തുക്കൾ ഉണ്ടോ എന്നൊരു കൺഫേമിങ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു പേടി നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു കൺഫർമേഷൻ അത് ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കറിയാം അവിടെ കയറാൻ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടെ നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടും, ഈ ജനന്റെ ഇതിൽ കൂടെ ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ വന്നാലോ. ഇതെന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, ഒരു OCD തിങ്കിങ് പോലെ നമ്മൾ എന്ത് വർക്കാവാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരു പേടി നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ചെറിയ ട്രോമയിൽ നിന്നുള്ള പേടികളൊക്കെ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടിക്കാലത്ത് കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. ഈ കൂട്ടുകാരിലുള്ള ഒരു വ്യക്തിയുടെ കൂട്ടുകാരനെ പട്ടി കടിച്ചു. പട്ടി കടിച്ചിട്ട് എന്ത് ചെയ്തു, വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കി. അപ്പൊ അത് നേരിട്ട് കണ്ടു നിന്നിട്ടൊന്നും ചെയ്യാതെ പറ്റാതെ പോയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു ട്രോമ. ഓക്കെ, പിന്നീട് പല സാഹചര്യങ്ങളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഓക്കെ, പിന്നീട് അവന് അങ്ങനെ ഒരു പട്ടിയുമായിട്ടുള്ള ഒരു ഡീലിങ്സോ അല്ലെങ്കിൽ പട്ടീനെ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല. അവൻ പുറത്തായിരുന്നു പിന്നെ പഠിച്ചത്, പിന്നെ പതുക്കെ നാട്ടിലേക്ക് വന്ന സമയത്ത് അവൻ ഉണ്ടായിട്ടുള്ളത് അതേ ഇൻസിഡന്റ് അവന് റിപ്പീറ്റ് ചെയ്ത് കാണാൻ തുടങ്ങി. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ്, അതേപോലത്തെ ഒരു സ്ഥലം പോലത്തെ ഒരു അതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ അതേപോലത്തെ ഒരു പട്ടികൾ എന്ത് ചെയ്തു അവന്റെ മുമ്പിൽ വന്ന സമയത്ത് അവൻ ആ ഒരു പഴയ ട്രോമ വരികയും അതില് അവൻ എന്ത് ചെയ്യും, കൂടുതലായിട്ട് പാനിക് ആവുകയും. ഇപ്പൊ ചില ആളുകളുണ്ട് ഇപ്പൊ അപസ്മാരം വരുന്നത് പോലെ, അതെല്ലാം നിങ്ങൾ പലരെയും പല രീതിയിലാണ് ട്രോമകൾ എന്ത് ചെയ്യാം ഹാക്ക് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ബോധം പോകുന്നത് പോലെ, ചില ആളുകൾക്ക് പെട്ടെന്ന് ഷോക്ക് ആയി പോകും,
ചില ആളുകൾക്ക് അറ്റാക്ക് വരുന്നത് പോലെ. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ബേസിക് ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വെക്കുന്ന ഒരുപാട് ട്രോമകൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് നമ്മുടെ ഡെയിലി ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പ്രസന്റ് ചെയ്യും, നീ എന്നാ പ്രസന്റ് എന്ന് പറയുന്ന സമയത്ത് അവന്റെ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവന് ചിലപ്പോ ഓട്ടോമാറ്റിക്കലി അത്ര പ്രസന്റേഷൻ സ്കില്ലുള്ള ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കില്ല. എന്നിരുന്നാലും അവന്റെ ഉള്ളിലുള്ള ട്രോമയും അതിനൊരു പാർട്ട് തന്നെയാണ്. അതായത് ആ ഒരു വ്യക്തിയോട് ഇത് പ്രസന്റ് ചെയ്യുന്ന പറയുന്ന സമയത്ത് അവനുണ്ടാകുന്ന ഒരു പേടി, ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട് പ്രശ്നമാവോ, അല്ലെങ്കിൽ ആളുകൾ എന്ത് ചിന്തിക്കും, ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വളരുന്നതിന് എന്ത് ചെയ്യാം, പണ്ട് കാലത്ത് ഉണ്ടായിട്ടുള്ള ട്രോമ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വെക്കുന്ന ഒരുപാട് ട്രോമകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ട്രീറ്റ് ചെയ്തിട്ട് റെഡിയാക്കാൻ പറ്റണം. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് എന്താ പറയാ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാം, ചില ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. സ്വപ്നങ്ങൾ കാണുന്നത് പോലെ നിരന്തരമായിട്ട് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്ന ആളുകളുണ്ട് നിരന്തരമായിട്ട്. അപ്പോ അങ്ങനത്തെ ആളുകളൊക്കെ തെറാപ്പികളൊക്കെ വരുന്ന സമയങ്ങളിൽ കറക്റ്റ് ആയിട്ട് അവർക്ക് ആ തെറാപ്പികളിലൂടെയൊക്കെ വർക്ക് ആവാറുണ്ട്. ചില ആളുകളുടേത് പെട്ടെന്ന് അങ്ങനെ വർക്ക് ആവാറില്ല, ടൈം എടുത്തൊക്കെ വർക്ക് ആവും. ചില ആളുകളുടേത് ചിലത് വർക്ക് ആവാറില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ട്രോമകളായിരിക്കാം പിന്നീട് ദുസ്വപ്നങ്ങളായിട്ട് അവർക്ക് വരാൻ സാധ്യത ഉണ്ടാവും. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പാർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡിനെ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഈ ഒരു കോൺഷ്യസ് മൈൻഡാണ് നമ്മളുടെ നിലവിലത്തെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ശാരീരികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും, ശാരീരികം നമ്മൾ ഉമിനീര് നടക്കുന്നത്, ബ്രീത്ത് ചെയ്യുന്നത്, നമ്മൾ കോൺഷ്യസ്ലി അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡുമാണ്. ഇതൊന്നുമല്ലാതെ ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിൻ പോലത്തെ ഒരു മൈൻഡ് കൂടെ നമുക്കുണ്ട്. അതാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റാതെ കുറെ മെമ്മറീസ് കിടക്കുന്ന ഒരു ഡസ്റ്റ്ബിൻ. ഓക്കെ. ഈ ഒരു ഡസ്റ്റ്ബിനിൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ട്രോമ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് റിപ്പീറ്റ് ചെയ്തിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ കണ്ട ഒരു സിനിമയായിരിക്കും മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ. ഓക്കെ. ഈ ഒരു സിനിമ നമ്മുടെ എന്താ പറയാ, കുറച്ചും കൂടെ ഒരു സൈക്കോളജിക്കൽ കണക്ഷൻ കൂടുതലുള്ള ഒരു സിനിമ കൂടെയാണ്. ആ ഒരു സിനിമയിൽ നാഗവല്ലി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം, ആ ഒരു കഥാപാത്രത്തെ എന്ത് ചെയ്യാണ്, എന്നിലേക്ക് വന്നതുപോലെ എന്ത് ചെയ്യാണ്, ആ ഒരു പെൺകുട്ടി റിപ്പീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരികയും ആ ഒരു വ്യക്തിയെ മൈൻഡിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, അവസാനം ആ ഒരു കഥയുടെ എൻഡില് ആ വ്യക്തിയുടെ മൈൻഡിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, കളയുന്നത്. ആ ഒരു പ്രതികാരം തീർത്തു എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ട് മൈൻഡിൽ നിന്നുമാണ് അത് പോകുന്നത്. അതൊരു സൈക്കോളജിക്കൽ ഒരു തെറാപ്പിക്കൽ മോഡാണ്. അത് എന്താ പറയുക, നമുക്കിപ്പോ മറ്റ് പ്രേത സിനിമകളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള സിനിമകളിലൊക്കെ കാണുന്ന ഒരു മെത്തേഡ് അല്ല മണിച്ചിത്രത്താഴിൽ എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു സൈക്യാട്രിസ്റ്റ് ആയിട്ടാണ് മോഹൻലാൽ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, മനസ്സിലാക്കാണ് അവളുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള അവരുടെ ഒരു അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഡസ്റ്റ്ബിനിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ഈ പുറത്ത് വന്നതൊക്കെ ഇതുമായിട്ട് കണക്ട് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നാഗവല്ലി എന്നൊരു ക്യാരക്ടറുമായിട്ട് അവർ എന്ത് ചെയ്യാണ്, ആക്സെപ്റ്റ് ചെയ്യുകയും ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. ഇതുപോലെ നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിലും പലതരത്തിലുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും ആ ഡസ്റ്റ്ബിനിൽ. അപ്പൊ ഈ ഡസ്റ്റ്ബിനുള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പല കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ചില സമയങ്ങളിൽ നമ്മൾ പോലും അത് അറിയുന്നുണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ആ ഒരു ഡസ്റ്റ്ബിനിൽ കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റണം. ഈ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാം, അത് ബാലൻസ് ചെയ്യാൻ പറ്റുക. ദെൻ നമുക്ക് സൈക്കോളജിക്കലി നമ്മളെ ഇതെങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇമോഷൻസ്, റിയാക്ഷൻസ്, ഇതിന്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ അമിഗ്ഡലയാണ്. അമിഗ്ഡല, അതുപോലെ തന്നെ ഹൈപ്പോ ക്യാമ്പസ്, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, ഇത്തരത്തിലുള്ള ഭാഗങ്ങളുടെ ഒക്കെ ഒരു സന്തുലിതാവസ്ഥയെ ഇത് ബാധിക്കുകയും കൂടുതലായിട്ട് നമുക്ക് ആങ്സൈറ്റി വരികയും, ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനെ ബാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോങ് ടൈം ആയിട്ടുള്ള സമ്മർദ്ദങ്ങളാണ്. അതായത് നമുക്കിപ്പോ നമുക്ക് ഉണ്ടായിട്ടുള്ള ചില ആഘാതങ്ങളോ ചില വേർപാടുകളോ, അപ്പൊ അതൊരു പാർട്ടാണ് കേട്ടോ. വേർപാടുകൾ നമുക്ക് ഒരു തരം ട്രോമ ഉണ്ടാക്കാം. ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കൂടെ ജീവിച്ചൊരു വ്യക്തി നമ്മളിൽ നിന്നും വേർപാടായി പോയി, വേർപെട്ടു പോയി,
മരണത്തിന് വിധേയമായി എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ട്രോമയുണ്ട്, ആ ഒരു വേർപാടിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഒരു ട്രോമയുണ്ട്. ഈ ഒരു ട്രോമ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ് നമുക്ക്, ഇനി അതല്ല ഒരു ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വലിയൊരു ട്രോമയായിട്ട് നമുക്ക് ഭവിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ട്രോമകൾ നമ്മുടെ ഇപ്പോ നിരന്തരമായിട്ട് ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ് എന്ത് ചെയ്യാം, നമ്മുടെ ഹെഡിലുള്ള പല പാർട്ടുകളെയും സ്വാധീനിക്കുകയും ഒരു ലോങ് ടൈം ആയിട്ടുള്ള ആങ്സൈറ്റിയും, അതുപോലെ തന്നെ ഒരുതരം ആങ്സൈറ്റി ഡിസോർഡർ വരെ ആകാം. നമുക്ക് എന്താ പറയാ, ഗാഡ് എന്ന് പറയുന്ന ഡിസോർഡർ കാറ്റഗറി ഉണ്ട്, PTSD പോലെയുള്ള ഡിസോർഡർ കാറ്റഗറി ഉണ്ട്. അപ്പൊ ഇവിടത്തേക്കൊക്കെ എന്ത് ചെയ്യാം, അത് സ്വാധീനിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പോലും അറിയാതെ നമ്മൾ നിരന്തരമായിട്ട് അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്നത് പോലെ, നമ്മുടെ നിരന്തരമായിട്ടുള്ള ലൈഫ് സ്റ്റൈലിനെ കെടുത്തുന്നത് പോലെ, നമ്മുടെ ഡെയിലി ലൈഫിനെയും നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ആണ്, ഇതിനെ നമ്മൾ പേഴ്സണാലിറ്റി സൈക്കോളജിയുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എനിഗ്രാം എന്ന് പറയുന്ന ഒരു ടൂൾ നമ്മൾ ഓൾറെഡി ഫൈസൽ സാർ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിഗ്രാം എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ റൺ ചെയ്യിക്കുന്നുണ്ട്. ഏകദേശം 5 ബാച്ചോളം ആയിട്ടുണ്ട്. 5th ബാച്ചാണ് ഇപ്പൊ നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള ബാച്ചിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 9 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസിനെ കുറിച്ചാണ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 18 ടൈപ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോ 18 തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ, ഈ 18 തരത്തിലുള്ള ആളുകളും 18 രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക. അതിനെ നമ്മൾ ബേസ് പറയുകയാണെങ്കിൽ ബേസ് പേഴ്സണാലിറ്റി 9 ആണ്. ഈ ബേസിക് ആയിട്ടുള്ള 9 തരം വ്യക്തികളെയും ഇത്തരത്തിലുള്ള ട്രോമ ബാധിക്കുന്നത് 9 രീതിയിലായിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, ഇമോഷണലി കപ്പാസിറ്റി കുറഞ്ഞ 2 പേഴ്സണാലിറ്റീസ് ഉണ്ട്. 4 എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയും 9 എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പേഴ്സണാലിറ്റി തന്നെ ഓൾറെഡി എന്താണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഇവർക്ക് പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ഹേർട്ട് ആകും. അതുപോലെ തന്നെ ഇവർ ഭയങ്കര എന്താ പറയാ, ഓപ്പൺ അല്ല. അവരെന്ത് ചെയ്യാറില്ല, അവരെ അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ എക്സ്പ്രസ് ചെയ്യാറില്ല. അവർ ഹോൾഡ് ചെയ്ത് വെക്കലാണ് അവരുടെ ഒരു ശീലം. എന്ത് പ്രശ്നം വന്നാലും എന്ത് ചെയ്യും, ആരെയും അറിയിക്കാതെ സ്വയം അത് ഫീൽ ചെയ്തിട്ട് ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രോമ അവന് ആരോട് ഷെയർ ചെയ്യാൻ പോലും തയ്യാറായില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ ബിഹേവിയർ നിന്നാണ്. ഒരാളുടെ ബിഹേവിയറിൽ നിന്നാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ട്രോമ ഉണ്ടായി, ഓക്കെ, ആക്സിഡന്റലി അവർക്ക് എന്ത് ചെയ്തു, പണ്ട് കാലത്ത് ഒരു ട്രോമ ഉണ്ടായി. അവർ പിന്നീട് എന്ത് ചെയ്തു, ആ ട്രോമയെ കുറിച്ച് നന്നായിട്ട് എല്ലാവരോടും ഡിസ്കസ് ചെയ്യുകയും അതിനെ ട്രീറ്റ് ചെയ്യാൻ റൈറ്റ് ടൈമിൽ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാവുകയും അവരുടെ ആ ഒരു മെമ്മറിനെ ആളുകൾ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അവിടുന്ന് തന്നെ അതൊക്കെ ഒരു പരിധിവരെ ഹീലായി പോയിട്ടുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ അവനത് എന്ത് ചെയ്യില്ല, വലിയ രീതിയിൽ അവനതൊരു ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല. അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ 9 and 4 എന്ന് പറയുന്ന പേഴ്സണാലിറ്റീനെ എക്സാമ്പിൾ ചെയ്തതുപോലെ ഇവരാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ അച്ഛനോടും അമ്മയോടും പോലും പറയില്ല ഇത്. അവർക്ക് അറിഞ്ഞെങ്കിലല്ലേ അവർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ, അവർക്ക് സപ്പോർട്ട് ചെയ്യാനോ പറ്റുള്ളൂ. അവർ ആരോടും ഷെയർ ചെയ്യത്തില്ല. ഇനി വീട്ടിലുള്ള പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യില്ല, അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് അവർ ഷെയർ ചെയ്യത്തില്ല. ചില സമയങ്ങളിൽ ചില സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ കുട്ടികൾ തീരെ എന്താ പറയാ അന്തർമുഖരായിട്ട് നിൽക്കുമ്പോൾ ആരോടും സംസാരിക്കുന്നില്ല, എല്ലാത്തിനോടും ഒരു പേടി, നമ്മളിങ്ങനെ തോണ്ടി വിളിക്കുകയാണ്, പോയി ഞെട്ടിയാണ് എന്ത് ചെയ്യുക, ആ കുട്ടി പ്രതികരിക്കുക. അപ്പൊ കുട്ടികളോട് ഇങ്ങനെ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ എന്റെ അടുത്ത് പറ, ടീച്ചറോട് പറഞ്ഞോ. ഇങ്ങനെ പറയുന്ന സമയത്ത് പറയുന്ന കുട്ടികളുണ്ട്, പറയാത്ത കുട്ടികളുണ്ട്. ചില കുട്ടികൾ എന്ത് ചെയ്യും, ആ സമയത്ത് ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ പറയും. ചില ആളുകൾ പറയത്തില്ല. ഒരു പറയാതെ ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളെയാണ് കൂടുതലായിട്ട് ഇത് ബാധിക്കുക. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആണത്. അതായത് പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അത് നമുക്കിപ്പോ എന്താ പറയുക, നമ്മുടെ ശാരീരികമായിട്ട് നമുക്കൊരു മുറിവ് സംഭവിക്കാന്ന് വിചാരിക്കുക. നമ്മുടെ ശരീരത്തിൽ എന്റെ കൈക്കൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും, പെട്ടെന്ന് ട്രീറ്റ് ചെയ്യും. കാരണം ബ്ലീഡിങ് ഉണ്ടാവും. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടും. ഇനി അത് കെട്ടിയിട്ട് റെഡി ആവുന്നില്ല, പഴുപ്പ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് ഇരുമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ആഘാതമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, TT എടുക്കും പോയിട്ട്. ഇനി അതല്ല വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതിനെ പ്രാഥമികമായിട്ട് എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. ഇത് എന്തുകൊണ്ടാണ്, ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഇത് പ്രൊജക്ട് ചെയ്ത് കാണുന്ന ഒരു കാര്യമാണ്. എന്റെ ശരീരത്തിൽ പ്രൊജക്ട് ചെയ്ത് കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് ട്രീറ്റ് ചെയ്യുന്നു. എന്നാൽ മനസ്സെന്ന് പറയുന്നത് നമുക്ക് പ്രൊജക്ട് ചെയ്ത് കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. മറ്റൊരാളുടെ മനസ്സ് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെ പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ എക്സാക്ട് മനസ്സ് എന്താണെന്നൊന്നും കാണാനൊന്നും പറ്റില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇവരിത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവർ ആരുടെ ഷെയർ ചെയ്യുന്നില്ല. ഷെയർ ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു പാസ്റ്റിലുണ്ടായ ഒരു ട്രോമയുമായി ബന്ധപ്പെട്ട്
അല്ലെങ്കിൽ അവനെ റീസെന്റ് നടന്നൊരു ട്രോമയാണെങ്കിൽ പോലും എന്റെ അടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിക്കും. ഞാനൊരു സുഹൃത്താണ് അവന്റെ. അപ്പൊ ആ വ്യക്തി എന്റെ അടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് പോട്ടടാ സാരല്ലടാ, ഇവിടെ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്, എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും പറയും വിഷയമല്ല, കുഴപ്പമില്ല, അതൊക്കെ നീ വിട്ടുകളാം, അതൊക്കെ നമുക്ക് സെറ്റാക്കി വെക്കാം, നീ നിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് നിനക്ക് എന്തൊക്കെ കഴിവുണ്ട്. ഞാൻ ഒരു കാഷ്വൽ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു കൗൺസിലിംഗ് കൊടുക്കുന്നില്ല, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡീലിംഗ് മാത്രമാണ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാം. അവനുള്ള ആ ഒരു ഫിയർ, അവനുണ്ടാകുന്ന ആ ഒരു ട്രോമേന്റെ ക്വാണ്ടിറ്റിനെ ഇത് കുറക്കാം. അപ്പൊ ചെറിയൊരു സംസാരമാണ്, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വെറും ഒരു സംസാരം മാത്രമാണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രശ്നം ഓപ്പൺ ചെയ്ത് പറയുന്നു. നമ്മൾ പറയും ഒരു പരിധിവരെ നമ്മൾ സംസാരിക്കാത്തത് കൊണ്ടാണ് കുറെ കാര്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നത് എന്നൊക്കെ. സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ റിലീഫ് ആയി കിട്ടും. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്റെ പേഴ്സണൽ ലൈഫിൽ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എനിക്കത് ആരുടെ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ ആരുടെ എങ്ങനെയാണ് ഷെയർ ചെയ്യുക, എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, ഇത് വലിയ പ്രശ്നമായിട്ടാണ് എന്റെ മൈൻഡിൽ കിടക്കുന്നത്. ഞാൻ അതിലൊരു ഗ്രാഫ് കൊടുക്കാം. 100-ൽ ഞാൻ കരുതുന്നത് ഒരു 80 എന്നുള്ള ഒരു ഗ്രാഫിൽ ഞാൻ എന്ത് ചെയ്യാണ്, ആ പ്രശ്നത്തെ കാണുകയാണ്. 80% അത്രയും വലിയൊരു പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് അങ്ങനെ അത് ഉൾക്കൊണ്ടു. എന്റെ ആ ഒരു വിശ്വാസം സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്തു. ഈ സമയത്ത് വലിയൊരു പ്രശ്നക്കാരനാണ് എന്നുള്ള ഒരു ചിന്തയായിരിക്കും എന്നെ മുന്നോട്ട് നയിക്കുന്നുണ്ടാവുക. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്തും ഞാനൊരു വലിയ പ്രശ്നം നേരിടുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ആ ഒരു അവബോധം എന്റെ ഉള്ളിൽ എപ്പോഴും കിടപ്പുണ്ടാവും. എന്റെ ഫാമിലി ഇപ്പൊ എല്ലാവരും ഫാമിലിയിൽ ഡിസ്കഷൻ വരുന്ന സമയങ്ങളിൽ ഞാൻ പിന്മാറി നിൽക്കാൻ തോന്നും. ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട, ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ടി വരും, അങ്ങനെ വരും. അപ്പോൾ അത് പല രീതിയിൽ എന്നെ ബാധിക്കാൻ തുടങ്ങും. എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ള ആ ഒരു റിയാലിറ്റി എന്നെ എന്ത് ചെയ്യും, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പല പ്രശ്നങ്ങൾ എന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ കാരണം ഉണ്ടാവും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനത് എന്റെ ഒരു സുഹൃത്തിനോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ 80 എന്ന് കൊടുത്തിട്ടുള്ള ഞാൻ ഒരു മെഷർ ഉണ്ടല്ലോ, ഞാൻ 80 എന്ന് മെഷർ ചെയ്തിട്ടുള്ള ആ ഒരു കണക്കിനെ എനിക്കൊരു 40-ലേക്കൊക്കെ ചിലപ്പോൾ എത്തിക്കാൻ പറ്റും. ആ പ്രശ്നം സോൾവ് ആവത്തില്ല, പക്ഷെ അതിന് ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അത്രയും വലിയൊരു പ്രശ്നമാണെന്ന് കരുതിയ ഒരു സാധനത്തെ എന്ത് ചെയ്യും, കുറയാൻ തുടങ്ങും. അല്ലെ, നമ്മളെക്കാളും വലിയൊരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ പ്രശ്നത്തിന്റെ അളവ് ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് കുറയാറുണ്ട്. ഇതൊരു നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെക്കാളും വലിയ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി നമ്മൾ ഡയറക്റ്റ് ഫേസ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള വ്യക്തികൾ ലോകത്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അവെയർ ആണ്. ബട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നും, നമ്മൾ ഹാപ്പി ആണ് എന്ന് കരുതുന്ന ഒരു വ്യക്തിയിൽ നിന്നും അവൻ എന്നെക്കാളും വലിയൊരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയുമ്പോൾ നമ്മുടെ പ്രശ്നത്തിന്റെ അളവ് കുറച്ച് കുറയും. ഞാൻ ആ കൊടുത്ത ഗ്രാഫ് ഉണ്ടല്ലോ 80 എന്നുള്ളത് ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് കുറക്കും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. നമുക്കുണ്ടാകുന്ന എല്ലാ ട്രോമകൾക്കും, നമുക്കുണ്ടാകുന്ന എല്ലാ ബാഡ് എക്സ്പീരിയൻസിന്റെ ഒക്കെ ഒരു സൊല്യൂഷൻ ആണ് പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് ഞാൻ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി ഏകദേശം 4-5 ബുക്കുകൾ റെഫറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇത്തരത്തിൽ ട്രോമയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരുപാട് ട്രോമാസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവന് നല്ലൊരു റിലേഷൻഷിപ്പ് അവൻ എന്ത് ചെയ്യും, അവനെ ആ ഒരു ട്രോമയിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവർക്ക് വീടുണ്ട്, അവർക്ക് പാരന്റ്സ് ഉണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഒറ്റപ്പെടലാണ്. ഓക്കെ, ആ കുട്ടിക്ക് തന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ, എനിക്ക് ഇതൊന്നും എല്ലാവരുടെ ഷെയർ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അച്ഛനോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, ഈ കാര്യങ്ങൾ എനിക്ക് അമ്മയോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് എന്റെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യാനും ഷെയിമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു കുട്ടിക്ക് ആ ഒരു കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ഒരു കൈൻഡ് ഓഫ് ഒറ്റപ്പെടൽ, ഒരു ലോൺലിനെസ് ഫീലിംഗ്സ് ഉണ്ടാവും. ഇങ്ങനെ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ഒരു റിലേഷൻഷിപ്പിലേക്ക് ആവുന്ന സമയത്ത് അവൾക്ക് കിട്ടിയ റിലേഷൻഷിപ്പ് ആക്സിഡന്റലി നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അതായത് അവളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന, അവളോട് നന്നായിട്ട് സംസാരിക്കുന്ന, അവളുടെ പ്രശ്നങ്ങളൊക്കെ ഹീൽ ചെയ്ത് മാറ്റാൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അവളുടെ ലൈഫിലേക്ക് വരുന്നതെങ്കിൽ, സ്വാഭാവികമായിട്ടും അവളുടെ ലൈഫിലെ ട്രോമാസിന്റെ അളവിനെയും അതുപോലെ തന്നെ ട്രോമ കൊണ്ട് ഫേസ് ചെയ്യുന്ന അവളുടെ ഫിയറിനെ ഒക്കെ കുറയും. അവൾക്ക് ഫിയറുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരാൾ ഒപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് നമ്മളെ കുറെ കോൺഫിഡന്റ് ആക്കും. എനിക്ക് എന്തും പറയാൻ ഒരു വ്യക്തിയുണ്ട്, എനിക്കെല്ലാം ഷെയർ ചെയ്യാൻ ഒരാളുണ്ട്, എനിക്ക് എന്തും ഇവരുടെ അടുത്ത് പറയാം. പക്ഷെ മിക്ക റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സാധനം കിട്ടാത്ത കുറെ ആളുകൾ ഉണ്ടാവും. റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാം ഷെയർ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ നമ്മുടെ ഒരു 100 കൂട്ടം പ്രശ്നം പറയുന്ന പ്രശ്നം പറിച്ചിട്ട് തുടങ്ങി എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ ആണെങ്കിൽ, സ്വാഭാവികമായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല, നമ്മൾ പ്രശ്നങ്ങൾ പറയാൻ തയ്യാറാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതേ സ്വഭാവം നമ്മൾ പിന്നെയും കീപ്പ് ചെയ്തുകൊണ്ട് നടക്കും, നമ്മൾ ആ കാര്യങ്ങൾ പിന്നെയും ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കും. അപ്പൊ നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടുക എന്നുള്ളത് വലിയൊരു ലക്കാണെന്ന് പറയാം.
അപ്പൊ ഞാനതൊരു ലെക്കായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിക്ക് അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ പറ്റുന്ന, നമ്മളെ നന്നായിട്ട് ഉൾക്കൊള്ളാനും നമ്മളെ ഹീൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാളെ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. ചില സമയങ്ങളിൽ ഇതേ ഇന്റൻഷൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഓപ്പോസിറ്റിലെ വ്യക്തിയും വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇവർ രണ്ടുപേര് തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഈ പരിപാടി നടക്കൂല. അത് ഈ മറ്റേ വ്യക്തി വിചാരിച്ചത് എന്നെ ഹീൽ ചെയ്യാൻ ഒരാള്, എന്ന് വെച്ചാൽ ഭാര്യ വിചാരിക്കുന്നത് എന്നെ ഹീൽ ചെയ്യാൻ ഒരാളാണ് ഭർത്താവ്, അങ്ങനെ ഒരാൾ വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഭർത്താവ് വിചാരിക്കുന്നത് എന്നെ ഹീൽ ചെയ്യാൻ ഒരാള്. അപ്പൊ ഭർത്താവ് എന്ത് ചെയ്യില്ല, അവരെ ഹീൽ ചെയ്യാൻ ശ്രമിക്കില്ല, തന്നെ ഹീൽ ചെയ്യട്ടെ എന്നിങ്ങനെ വിചാരിക്കും. അപ്പൊ ഇവിടെയും പ്രശ്നമാണ്. അവിടെയൊക്കെ ഒരു ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സൊല്യൂഷൻ തന്നെയാണ്. എന്നാൽ ഈ ഒരു സെയിം ടൈം എനിഗ്രാമിൽ തന്നെ വേറൊരു പേഴ്സണാലിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ടൈപ്പ് 4 എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി. ഞാനിപ്പോ പറഞ്ഞ ഈ ഒരു പേഴ്സണാലിറ്റി തന്നെ ടൈപ്പ് 4 ഓൾറെഡി അവർ ഭയങ്കര സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് ഇമോഷണൽ ആകും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കണ്ണു നിറയും, എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടാലും അവർ ഭയങ്കര ഇമോഷണൽ ആകുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഇവർ രണ്ട് രീതിയിലേക്ക് എന്ത് ചെയ്യാം, ട്യൂൺ ചെയ്യപ്പെടാം. ഓക്കെ, ഒന്ന് ഇവരുടെ ഒരു എനിഗ്രാമിൽ അതിനെ പറയാറുള്ളത് വിങ്സ് എന്നാണ്. രണ്ട് വിങ്സിലേക്ക് ഇവർക്ക് എന്ത് ചെയ്യാം, ട്യൂൺ ചെയ്യപ്പെടാം. ഒന്നെന്ന് പറയുന്നത് അവരുടെ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു വിങ്ങും, ഒന്ന് അവരുടെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു വിങ്ങും വിചാരിക്കുക. ഓക്കെ, ഒരു ഭാഗത്ത് ഒരു ലെഫ്റ്റ് സൈഡിലുള്ളത് അവരുടെ സ്ട്രെങ്ത്തും ലെഫ്റ്റ് സൈഡിലുള്ളത് അവരുടെ ഒരു വീക്കും എന്ന് വിചാരിക്കുക. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് സൈഡിലുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിങ്സിലേക്ക് പോകുമ്പോൾ അവർ കുറെ കൂടെ എന്ത് ചെയ്യും, എന്ന് പറയുന്ന പേഴ്സണാലിറ്റി കുറച്ച് അന്തർമുഖരാണെന്നുണ്ടെങ്കിൽ അവർ കുറെ കൂടെ സാമൂഹ്യമായിട്ട് എന്ത് ചെയ്യും, ഇടപഴകാൻ തുടങ്ങും, കുറച്ചും കൂടെ ടോക്കറ്റീവ് ആവും, കുറച്ചും കൂടെ സംസാരപ്രിയരാകും, കുറച്ചും കൂടെ ലൈഫ് ഡ്രീംസ് ഒക്കെ ഉണ്ടാവുകയും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കുകയും ഒതുങ്ങിക്കൂടാതിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇതേ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വ്യക്തി അവരുടെ നെഗറ്റീവ് വിങ്സിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, അവരുടെ ലെഫ്റ്റ് സൈഡിലുള്ള നെഗറ്റീവ് വിങ്സിലേക്ക് പോകുന്ന സമയത്ത് അവർ കൂടുതൽ അന്തർമുഖരാകും. അതായത് കുട്ടിക്കാലത്ത് കുറെയൊക്കെ ആളുകളോട്, എന്താ വെച്ചാൽ പുറത്തുള്ള ആളുകളോട് സംസാരിക്കില്ലായിരുന്നു, പക്ഷെ വീട്ടിലുള്ള ആളുകളോടും ഫാമിലിനോടൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോ ആരോടും സംസാരിക്കുന്നില്ല, പുറത്തുള്ള ആളുകളോടും സംസാരിക്കുന്നില്ല, വീട്ടുകാരോടും സംസാരിക്കുന്നില്ല, ആരോടും സംസാരിക്കാതെ ഒരു അന്തർമുഖയായി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിനെ കുറിച്ച് എനിഗ്രാമിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു 4 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി അങ്ങനെ നെഗറ്റീവായിട്ട് ട്യൂൺ ചെയ്യപ്പെടാം. അപ്പൊ നമ്മളുടെ ചുറ്റുപാടിൽ ഇത്തരത്തിലുള്ള 4കൾ ഉണ്ടാവാം. ഒരു സ്കൂളിൽ ഒരു ടീച്ചറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ 4 ആയിട്ടുള്ള കുറെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ടാവാം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അവർ പെട്ടെന്നൊന്നും അവരുടെ കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യണമെന്നില്ല. അവർക്ക് 100% ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോ കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോ ഈ ഒരു ക്ലാസ് കേൾക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും പൊതുവെ അറിയുന്ന ഒരു കാര്യമായിരിക്കും. അതായത് നമ്മൾ 10 പേര് കൗൺസിലിങ്ങിന് വരികയാണെങ്കിൽ ഈ 10ൽ ചിലപ്പോൾ 5 പേര് എന്ത് ചെയ്യും, പെട്ടെന്ന് ഓപ്പൺ ആവും. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്താൽ മതി അവർക്ക്. നീ പറഞ്ഞോ, ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്നുള്ളൊരു സ്പേസ് കൊടുത്താൽ മാത്രം മതിയാവും, അവരെല്ലാം ഓപ്പൺ ആയിട്ട് പറയും. അവർ പെട്ടെന്ന് ഒരു മറയൊന്നും വെക്കാതെ സംസാരിക്കും. എന്നാൽ ചില ആളുകളാണെങ്കിൽ 1, 2, 3, 4 സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വളരെ സാവധാനമായിരിക്കും അവരെന്ത് ചെയ്യുള്ളൂ, ഓപ്പൺ ആവുള്ളൂ. അവർ ഓപ്പൺ ചെയ്യാൻ കുറച്ച് കഷ്ടമായിരിക്കും. അത് ചിലപ്പോൾ എത്ര ഒരു കൗൺസിലറിന്റെ സ്കില്ലിനേക്കാളെല്ലാം ഉപരി ആ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു കാര്യം. അതായത് ആ ഒരു വ്യക്തി അത്ര പെട്ടെന്ന് എന്താ പറയാ ഓപ്പൺ ആകുന്ന ഒരു വ്യക്തി ആവണമെന്നില്ല. ഇനി ആ ഒരു വ്യക്തിയെ ഓപ്പൺ ആക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, ആ ഒരു വ്യക്തിയെ കുറിച്ച് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്താണ്, അവരുടെ സ്ട്രെങ്ത്തും വീക്കും എന്താണ്. അപ്പൊ അവരറിയാത്തൊരു കാര്യം അവരോട് പറയുന്ന സമയത്ത് അവർ പെട്ടെന്ന് യെസ് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ആ ഒരു തോട്ടിൽ എന്ത് ചെയ്യും, അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് പേഴ്സണാലിറ്റി സൈക്കോളജി പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് എനിഗ്രാം മാത്രമല്ല, 16 പേഴ്സണാലിറ്റി പോലെ ഒരുപാട് പേഴ്സണാലിറ്റി അനലൈസിങ് മെത്തേഡുകൾ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ബോഡി ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. അപ്പൊ ബോഡി ലാംഗ്വേജ് സൈക്കോളജി ഉണ്ടല്ലോ, അപ്പൊ അത് പഠിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഓപ്പൺ ചെയ്യിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഈ ഒരു 4 എന്ന് പറയുന്ന പേഴ്സണാലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവരങ്ങനെ പെട്ടെന്ന് ഓപ്പൺ ആകണമെന്നില്ല. അവർ കുറച്ച് അന്തർമുഖരും കൂടെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ നെഗറ്റീവ് വിങ്സിലേക്ക് വരുന്ന സമയങ്ങളിൽ അവർ കൂടുതൽ എന്ത് ചെയ്യും, ഇൻട്രോവേർട്ട് ആയിട്ട് ആരോടും സംസാരിക്കാതെ തന്റേതായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നിൽക്കും. എക്സാക്ട് ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് എല്ലാ ഇൻട്രോവേർട്സും എന്താ പറയാ ഭയങ്കര പ്രശ്നങ്ങൾ ചുമക്കുന്ന ആളുകളൊന്നല്ല. വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്കിപ്പോ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒക്കെ പോലെ, അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സ് ഒക്കെ ഇൻട്രോവേർട്സ് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഗൂഗിൾ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതാന്ന് ആരും പറയണ്ട. അപ്പോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട്
ഫേമസ് ആയിട്ടുള്ള ലോകത്ത് ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഇൻട്രോവേർട്സ് ആണെന്ന് പറയുന്നുണ്ട്. കാരണം അവർക്ക് അത്രയും പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുന്നത് അവർ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആകുന്നത് അല്ല അവരുടെ കാരണം, അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് അവർ ഇൻട്രോവേർട്ട് ആകുന്നതാണ് പ്രശ്നം. അയാളുടെ ബിഹേവിയർ കൊണ്ട് ആകുന്നതിനേക്കാൾ ഉപരി അയാളുടെ പ്രശ്നങ്ങളും അയാളുടെ സാഹചര്യങ്ങളും കൊണ്ട് അയാൾ ഒരു ഇൻട്രോവേർട്ട് ആകുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ദെൻ ഇവിടെ എനിക്കിരാൻ തന്നെ പറയുന്ന മറ്റൊരു സൊല്യൂഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ബിഹേവിയറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ എൻവയോൺമെന്റ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് അവരെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പേഴ്സണാലിറ്റിക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ട്. ഇതിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം എന്റെ സുഹൃത്ത് എൻജോയ് ചെയ്യണമെന്നില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സിനിമക്ക് പോയി, ഈ സിനിമ ഞാൻ എന്ത് ചെയ്യുന്നു വളരെ ഇഷ്ടപ്പെട്ടു, എനിക്ക് എന്റെ സുഹൃത്തിനോട് നല്ല സിനിമയല്ലേ, എന്ത് രസമാണത് എന്ന് പറയുന്ന സമയത്ത് അതോ എന്ത് സിനിമ, അതൊക്കെ ഒരു സിനിമയാണോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഹാഫ് ടൈമിൽ തന്നെ എനിക്ക് ഒരുമാതിരി ചടപ്പായിരുന്നു, ഞാൻ നിർത്തി പോരാനൊക്കെ തോന്നി. ഇങ്ങനെ എന്റെ സുഹൃത്ത് പറയും. ബിക്കോസ് ഇവിടെ നമ്മളെ ഡിഫറെന്റ് ആക്കുന്ന എന്താണ്, നമ്മുടെ ടേസ്റ്റ് ആണ്. ഓക്കെ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോ ടേസ്റ്റുകൾ ഉണ്ടാവും. ഇതെല്ലാത്തിലും ഉണ്ടാവും. ഒരു ചുറ്റുപാടില് ചിലപ്പോ ഒരു ഓഫീസ് സ്പേസിലേക്ക് വരുന്ന സമയങ്ങളിൽ ചിലപ്പോ ഒരുപാട് ആളുകൾ ഒത്തുകൂടി നിൽക്കുന്ന ഒരു ഓഫീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. എപ്പോഴും സംസാരിക്കാനും ഫണ്ണായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. എന്നാൽ അതൊരു തരം ഇറിറ്റേഷൻ ആയിട്ടുള്ള ഫേസ് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആളുകൾ തന്റെ സ്പേസിലേക്ക് കയറി വരുന്നതും തന്റെ പേഴ്സണൽ സ്പേസിലേക്ക് വരുന്നതൊന്നും ഇഷ്ടമില്ലാത്ത ആളുകളും ഉണ്ടാവും. ഇവരൊക്കെ ഡിഫറെന്റ് ആക്കുന്നത് അവരുടെ പേഴ്സണാലിറ്റിയാണ്. ഓരോ പേഴ്സണാലിറ്റിക്കും ഓരോ എൻവയോൺമെന്റ് ഉണ്ട്. ഓരോ പേഴ്സണാലിറ്റിക്കും അവർക്ക് യോജിച്ച എൻവയോൺമെന്റ് ഉണ്ട്. ഈ എൻവയോൺമെന്റ് അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കാൻ പറ്റുന്ന, എനിക്ക് എന്റെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഹീൽ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ഏതാണെന്നുള്ളത് എനിക്ക് തിരിച്ചറിയുന്ന സമയത്ത് ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് വർക്ക് ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ ഹീൽ ആവും. ഓക്കെ, അതായത് എനിക്ക് കംഫർട്ട് ആകും. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പ്രൊഫഷനാണ് IT പ്രൊഫഷൻ വിചാരിക്കുക. എനിക്ക് ആളുകളുമായിട്ട് സംസാരിക്കാനും ഒരു പൊതുമധ്യേ ഇറങ്ങി പ്രസംഗിക്കാനും ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇതൊക്കെയാണ് എന്റെ താല്പര്യം. ഞാൻ നല്ല സംസാര മികവുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ എന്റെ സംസാരത്തിന്റെ ഒരാവശ്യമില്ലാത്തൊരു മേഖലയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന വിചാരിക്കും. ഞാനൊരു ഗ്രാഫിക് ഡിസൈനർ ആണെന്ന് വിചാരിക്കും. എന്റെ ജോലി എന്ന് പറയുന്നത് എന്റെ കൈയും തലയുമാണ് പ്രവർത്തിക്കുന്നത്. എന്റെ സംസാരം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ ആ സമയത്ത് എനിക്കുണ്ടാകുന്നത്, എന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും യോജിക്കാത്ത ഒരു എൻവയോൺമെന്റ് ആണ്. ആ ഒരു എൻവയോൺമെന്റിൽ ജീവിക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാവാനായിരിക്കും കാരണം ഉണ്ടാവുക. എനിക്ക് എന്തെങ്കിലും ട്രോമകൾ ഉണ്ടെങ്കിൽ എന്റെ മെന്റൽ ഹെൽത്തിനെ കൂടുതൽ ഡൗൺ ആക്കി കൊണ്ടുപോകുമായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഞാൻ എന്ത് ചെയ്യാണ്, അവിടുന്ന് എന്റെ സിറ്റുവേഷൻ, എന്റെ ചുറ്റുപാട് ഞാൻ മാറ്റുകയാണ്. എന്റെ ചുറ്റുപാട് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പബ്ലിക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, കൺവേർട്ട് ആകുകയാണ്. ആ സമയത്ത് ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുന്നു, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, ഒരു കച്ചവടം തുടങ്ങുന്നു, ഗ്രൂപ്പായിട്ടുള്ള പ്രവർത്തനങ്ങള്, ആളുകളുമായിട്ടുള്ള കോൺവെർസേഷൻസ്, ആളുകളുമായിട്ട് ഇടപഴകുന്നത്, ഇതെന്നെ മൊത്തത്തിൽ ഹീൽ ചെയ്യിക്കും. ഇതെന്റെ ടോട്ടലി എന്റെ ഇപ്പൊ ട്രോമകൾ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ ഹീൽ ചെയ്യിക്കാൻ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണിത്. ഓക്കെ, ഇതിനെയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മറികടക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ തന്നെ സ്വയം ഹീൽ ചെയ്യിക്കാൻ പറ്റും. പിന്നെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ടൈപ്പ് 6 എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവർക്ക് ഒരു ആങ്സൈറ്റി ഉണ്ട്. ഇവരുടെ ബിഹേവിയറിൽ തന്നെ ഇവർക്ക് എപ്പോഴും ഒരുപാട് എന്താ പറയാ, ഒരു ആദിയാണ്. അതായത് ഞാൻ കംഫർട്ട് ആണോ എന്നുള്ളൊരു തോട്ട് ഇവരുടെ ഉള്ളിൽ എപ്പോഴും കിടപ്പുണ്ടെന്നാ പറയാം. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ട്രോമയും കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവരുടെ ആങ്സൈറ്റി ലെവൽ കൂടും. ചില പാരന്റ്സിനെയൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആദിയാണ്. കുട്ടികൾ സ്കൂളിൽ പോയതാണ്, എന്നാലും എനിക്കൊരു സമാധാനമില്ല. ഞാനിവിടെ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തുടങ്ങും എന്റെ നെഞ്ചത്തിരിക്കാൻ. വൈകുന്നേരം അവര് കയറി വരുന്നത് വരെ എന്റെ നെഞ്ചത്തിരിയാണ്. അവർ രാത്രി ഉറങ്ങി കഴിയുന്ന സമയത്ത് നെഞ്ചത്തിരിയാണ്. ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. സീരിയസ്ലി നമ്മള് ഈ മെന്റൽ ഹെൽത്ത് പരമായിട്ടുള്ള ഒരുപാട് സർവീസുകൾ ഇപ്പൊ ചുറ്റുപാടിൽ ഒരുപാട് ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ആളുകൾക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ റീസെന്റ് ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞത്, ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മരണഭയമാണ് അത്രേ. അതായത് രാത്രി കിടക്കുന്ന സമയത്ത് നാളെ രാവിലെ ഞാൻ മരിക്കുമോ എന്നുള്ള ആദിയിലാണ് ഉറങ്ങുന്നത്. ആ ആദിയിൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ആദ്യം അവരെ കുറിച്ച് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് അവരുടെ വേണ്ടപ്പെട്ട ആളുകളെ കുറിച്ചും ഇതേ പ്രശ്നമാണ്. അവർക്ക് എന്തെങ്കിലും പറ്റുമോ? ഇപ്പൊ ചില ആളുകൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 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 പുരുഷൻ, ഒരു 10-40 വയസ്സുള്ള ഒരു പുരുഷൻ, ഈ ഒരു പുരുഷന്റെ പ്രതീക്ഷയിൽ ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു പുരുഷനെ പ്രതീക്ഷിച്ചാണ് ഒരു ഫാമിലി മൊത്തത്തിൽ ജീവിക്കുന്നതെന്ന് വിചാരിക്കുക.
അപ്പൊ ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു പോവോ, എനിക്ക് എന്തെങ്കിലും പറ്റുമോ, എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ട് എന്റെ ഫാമിലി എന്താവും, അവരെങ്ങനെ സർവൈവ് ചെയ്യും, ഈ ഒരു ആങ്സൈറ്റി ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവും. ഇതൊക്കെ നാച്ചുറലി ഉണ്ടാകുന്ന ഒരുപാട് ആങ്സൈറ്റീസ് ആണ്. ഇതിനെല്ലാം അവരുടെ സ്വഭാവമായിട്ടും അവർക്കുണ്ടാകുന്ന ട്രോമകളുമായിട്ടൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ വേണ്ടപ്പെട്ട ഒരു വേർപാട്, ആക്സിഡന്റലി ഉണ്ടായിട്ടുള്ള ഒരു വേർപാട് അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും ലൈഫിൽ. ഞാൻ അങ്ങനത്തെ ഒന്ന് രണ്ട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരു പയ്യനെ കണ്ടിട്ടായിരുന്നു, അവന് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, 24 വയസ്സേ ഉള്ളൂ. അവൻ എപ്പോഴും പേടി എന്ന് പറയുന്നത് അവന്റെ അമ്മക്ക് എന്തെങ്കിലും പറ്റുമോ, അമ്മക്ക് സുഖമില്ലാതാവോ. അവൻ ഇടക്കിടക്ക് അത് നൈറ്റിൽ ഡ്രീം കാണാറുണ്ട്, സ്വപ്നമായിട്ട് കാണും. എന്നിട്ട് അവൻ ഞെട്ടി എണീക്കും, എന്നിട്ട് ഒരുപാട് കരയും അത്ര. എന്നിട്ട് അവൻ എന്ത് ചെയ്യും, അമ്മേനെ സ്പോട്ടിൽ വിളിച്ചു നോക്കും, എന്നിട്ട് അവർ ഓക്കെ ആണോ എന്ന് നോക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. മെന്റൽ ഹെൽത്ത് മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടൊക്കെ ഒരു സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഹോൾഡ് ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഇത് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് ഹീൽ ചെയ്ത് റെഡിയാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയുടെ അടുത്ത് പോയ സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല, ഫൈൻ, ഓക്കെ, ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നതിന് ലോകത്തൊരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്നൊരു അർത്ഥമില്ല. ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്ത വ്യക്തികൾക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു റിയാലിറ്റി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വരരുത്. നിങ്ങളെ ചിലപ്പോ നിങ്ങൾ എന്താ പറയാ സമീപിക്കുന്ന 10ാമത്തതോ 11ാമത്തതോ ആളായിരിക്കാം നിങ്ങളുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരാൻ പറ്റുക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നങ്ങളും, ഇതിപ്പോ ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും, ഈ ലോകത്തുള്ള ഏത് വ്യക്തി വന്നാലും പ്രശ്നം സോൾവ് ചെയ്യുന്നുള്ള ഒരു ഗ്യാരണ്ടിയിലൊന്നുമല്ല ആരും ഇരിക്കുന്നത്. നമ്മളൊരു ഡോക്ടറെ എന്താ പറയാ സമീപിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. ഒരു ഡോക്ടർ പറയുന്നത് അയാളുടെ പരമാവധി ആൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ശ്രമിക്കുന്നതിൽ ചിലപ്പോ എന്താ പറയാ ഓരോരുത്തരുടെയും ശാരീരിക ഘടനയും ഓരോരുത്തരുടെയും കപ്പാസിറ്റി ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോരുത്തരെയും പല രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നുണ്ടാവുക. ഒരു വ്യക്തിക്ക് ഇന്ന ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് എന്ത് ചെയ്തു, പെട്ടെന്ന് ഹീലായി, അയാളുടെ പ്രശ്നം മാറി എന്നതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അപ്പൊ പല രീതിയിൽ എന്ത് ചെയ്യാം, ഒരു കാര്യം എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാം, നമ്മളെ ബാധിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ലോകത്ത് നമ്മളിപ്പോ പറയല്ലോ, ഇപ്പൊ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു സത്യമാണ്, ഈ ഭൂമിയിൽ ഇതുപോലുള്ള ഒരു ലൈഫ് നമുക്ക് ഒന്നേ ഉള്ളൂ. പാരത്രികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ, ബട്ട് ഇതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഫാമിലിന്റെ കൂടെ ഇതേ ഒരു സ്ഥലത്ത്, ഇതേ ഒരു സ്പേസിൽ, ഇതേ ഒരു അന്തരീക്ഷത്തിലുള്ള ജീവിതം ഒന്നേ ഉള്ളൂ, ഫൈൻ, അതിൽ നമുക്ക് ഒരു തർക്കവും ഇല്ല. ആ ലൈഫ് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരുപാട് സ്ട്രെസ് ആയിട്ടും ഒരുപാട് ആങ്സൈറ്റി ആയിട്ടും ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളുമായിട്ടും ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോകാൻ എന്ത് ചെയ്യരുത്, ശ്രമിക്കരുത്. നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയണം. ഒരുപാട് പണം ഉണ്ടാക്കുക എന്നത് ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, ചില ആളുകൾക്ക് പണം ഉണ്ടാക്കുന്നത് കൊണ്ട് സന്തോഷം കിട്ടിയേക്കാം, എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നുമില്ല. അപ്പോ അതൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നില്ല. ചില ആളുകൾ പറയാറുണ്ട് എന്റെ ലൈഫിൽ ഒരു പാർട്ട്ണർ ഇല്ല, അപ്പൊ അതുകൊണ്ട് എന്റെ ലൈഫ് പോയി. അങ്ങനെയല്ലല്ലോ. നമുക്കിപ്പോ ലൈഫ് എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർ ഉള്ളത് കൊണ്ട് മാത്രം സന്തോഷിക്കണം എന്നില്ലല്ലോ. ഇനി ചിലപ്പോൾ വരുന്ന പാർട്ട്ണർ നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിലോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ലൈഫ് എന്ന് പറയുന്നത് പ്രഡിക്റ്റബിൾ അല്ല, നമുക്കൊന്നും പ്രഡിക്റ്റബിൾ അല്ലാത്ത രീതിയിലാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, മെയിൻലി നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എപ്പോഴും എന്താ പറയാ ക്ലീൻ ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക. ആ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നല്ല നല്ല സൊല്യൂഷൻസ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇതിനെല്ലാം ഒരു കാരണം ഉണ്ടാവും. ഈ കാരണങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ അത് അകത്തളത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഈ പ്രശ്നങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഫഷണലുമായിട്ട് സംസാരിച്ചുകൊണ്ടോ തെറാപ്പി നടത്തുകൊണ്ടോ ഒരു തെറാപ്പിസ്റ്റുമായിട്ട് ഡീൽ ചെയ്തിട്ടോ അതെന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. അത് നന്നായിട്ട് ഒഴിവാക്കിയിട്ട് മെന്റലി വളരെ ഹീലിംഗ് ആയിട്ട് എന്ത് ചെയ്യുക, ഓരോ ദിവസവും വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിലൊരു സൊല്യൂഷനിൽ ഞാനിപ്പോ 1-2 സൊല്യൂഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് 1-2 സൊല്യൂഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവയർനെസ് തന്നെയാണ്. അതായത് നമ്മുടെ എക്സാക്ട് പ്രോബ്ലത്തെ കുറിച്ചുള്ള നമ്മളെ കുറിച്ചുള്ള അവയർനെസ്. ഈ അവയർനെസ് എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചിട്ടും സാഹചര്യങ്ങളെ കുറിച്ചിട്ടുമുള്ള ഒരു കൃത്യമായിട്ടുള്ള അവയർനെസ് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തിനെങ്കിലും കുറിച്ച് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേടിക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങളും ആ പേടിക്കേണ്ട ഒരു പ്രവൃത്തിയല്ല എന്നുള്ളത് നമ്മളെ ബോധിപ്പിച്ചാൽ പോരാ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ തന്നെ അതെന്ത് ചെയ്യണം, വിശ്വസിപ്പിക്കണം. ചില കാര്യങ്ങൾ ഒറ്റ കാഴ്ചയിൽ തന്നെ ഉൾക്കൊള്ളണമെന്നില്ല.
അത് പതുക്കെ പതുക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. പെട്ടെന്ന് അത് പറ്റണമെന്നില്ല. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്ത് നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യണം, അങ്ങനെ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കുറിച്ച് അവെയർ ആകുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ തിരിച്ചറിവ് ഉണ്ടാക്കുക. ഓക്കെ, അതായത് നമുക്കിപ്പോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, അതൊന്നും വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വേണ്ട, അങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവാം. ഓക്കെ, അതേപോലെ തന്നെ ഇതൊക്കെ പതുക്കെ അങ്ങ് റെഡി ആയിക്കോളും, അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് അതിലും വലിയ കുറെ കടബാധ്യതകളൊക്കെ ഉണ്ട്, അതിന്റെ പിന്നാലെ പോകട്ടെ എന്നൊക്കെ പറയുന്ന സമയങ്ങളിൽ ഇവിടെ നമ്മളൊരു തിരിച്ചറിവിലേക്ക് വരണം. അതായത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത്. നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ മെന്റൽ ഹെൽത്തിനും നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം, നമ്മളെ ഹീൽ ചെയ്യിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുക്കണം. അത് നമുക്ക് മോർണിംഗിൽ എന്താ പറയാ, നല്ല റൊട്ടീൻസ് ചെയ്യുന്നത് പോലെ, മോർണിംഗിൽ എക്സസൈസ് ചെയ്യുന്നത് പോലെ, മോർണിംഗിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ, നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് പോലെ, നല്ല സംസാരങ്ങൾ മേക്ക് ചെയ്യുന്നത് പോലെ, അതുപോലെ തന്നെ നല്ല നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നല്ല നല്ല ഹീലിംഗ് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കൗൺസിലിംഗ് പ്ലസ് തെറാപ്പിയാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു ട്രോമ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു കൗൺസിലിംഗ് മാത്രമല്ല, ഒരു കൗൺസിലിംഗ് തെറാപ്പി നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പൊ ആ തെറാപ്പി എന്ത് ചെയ്യാം, എടുക്കണം. ഞാനതിന് ആവശ്യക്കാരനാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു ധാരണ ഉണ്ട്, അതായത് ഒരു കൗൺസിലറെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കുന്നത് ഒരു ഭ്രാന്തുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള, സൈക്കോട്ടിക് പ്രശ്നങ്ങളുള്ള ആളുകൾക്കാണ് അത് ആവശ്യം എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സൈക്കോളജിക്കലി എന്താ പറയാ വീക്ക് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെ? നമ്മളെല്ലാവരും സൈക്കോളജിക്കലി വീക്കാണ്. ഭയങ്കരമായിട്ടുള്ള, ഇതിപ്പോ ഒരു കൗൺസിലർ ആണെങ്കിലും സൈക്യാട്രിസ്റ്റ് ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള വീക്സ് ഉണ്ടാവും. എല്ലാവരും ഭയങ്കരമായിട്ട് തികഞ്ഞ ആളുകളൊന്നുമല്ല. ഇനി ഒരു പ്രശ്നങ്ങളും ചുറ്റുപാടിലുള്ള എല്ലാം ഹീൽ ചെയ്യാൻ അറിയാമെങ്കിലും ഹോർമോൺ പരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരാലോ. അത് ചിലപ്പോൾ നമ്മുടെ കാരണങ്ങൾ കൊണ്ട് തന്നെ ആവണമെന്നില്ല. ഹോർമോൺ പരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരാം, പാരമ്പര്യമായിട്ട് നമുക്ക് രോഗങ്ങൾ വരാം, മാനസിക രോഗങ്ങളും ശാരീരിക രോഗങ്ങളും വരാം. അതിന്റെ ചാൻസ് എന്ന് പറയുന്നത് ചില ആളുകൾ 50% പറയുന്നുണ്ട്, 40% പറയുന്നുണ്ട്. അതായത് പാരമ്പര്യമായിട്ട് കൈമാറ്റപ്പെടാനുള്ള സാധ്യത. അപ്പോ ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും മെന്റലി ഭയങ്കരമായിട്ട് 100% എന്നുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് ആരെയും കൊണ്ടുവരാൻ പറ്റില്ല. എല്ലാവർക്കും ചെറിയ ചെറിയ വീക്സ് ഉണ്ടാവും. ഇതിനെ ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പൊ വലിയ വീക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനും അതൊരു കൗൺസിലിംഗ് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അത് കൃത്യമായിട്ടുള്ള തെറാപ്പീസ് എടുക്കാനും, ഇപ്പൊ നമുക്ക് ഇന്നർ ചൈൽഡ് തെറാപ്പി പോലെയുള്ള കാര്യങ്ങള്, അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ട്രോമകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഹീൽ ചെയ്യിക്കാൻ പറ്റും. ആ ട്രോമകൾ നമുക്കിപ്പോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ധാരണയെ പൊളിക്കണം. അതിനെ പൊളിച്ചിട്ട് അങ്ങനെയല്ല, അതല്ല ഫാക്ട്, അതല്ല യാഥാർത്ഥ്യം എന്ന് വിശ്വസിപ്പിക്കാൻ പറ്റണം. അത് നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല. അതിന് നമുക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടി വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ചുറ്റുപാട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഹീൽ ചെയ്യിക്കുന്ന, നമുക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ, ലൈഫിൽ എങ്ങനെയാലും പ്രശ്നങ്ങൾ വരും. കേട്ടോ, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു ലൈഫ് ഒരു പരിധിവരെ ബോറിംഗ് ആയിരിക്കും. പ്രശ്നങ്ങളൊക്കെ വേണം. ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നൊരു സന്തോഷവും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അനുയോജ്യമായിട്ടുള്ള ചുറ്റുപാടാക്കി മാറ്റുക. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് ലവ് ആൻഡ് കെയർ. അപ്പൊ ഇത് കിട്ടാനും നമുക്ക് ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും എന്ത് ചെയ്യാം, കൊടുക്കാനും വാങ്ങാനും പഠിക്കുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം തന്നാലേ വാങ്ങുള്ളൂ എന്നുള്ള ഡിമാൻഡ് ഉണ്ടാവും, അല്ല, ചില ആളുകൾ ചോദിക്കേണ്ടി വരും. ചില സമയങ്ങളിൽ നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടി വരും. ചില ആളുകൾക്ക് നമുക്ക് ഇത് ആവശ്യമുണ്ട് എന്നുള്ളത് അറിയില്ലായിരിക്കും. അതായത് നമുക്ക് എന്ത് ചെയ്യണം, വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി മനസ്സിൽ ആഗ്രഹിക്കുന്നത് ചിലപ്പോ പാരന്റിൽ നിന്ന് കെട്ടിപ്പിടിക്കണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് വീട്ടിൽ കയറി വരുന്ന സമയത്ത് ഹസ്ബൻഡ് ഒന്ന് ഹഗ് ചെയ്യണം, എന്നിട്ട് സ്നേഹത്തോടെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. ഇത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, പക്ഷെ തരട്ടെ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോ ഒരു വ്യക്തിയുടെ മനസ്സ് കാണാനുള്ള കഴിവൊന്നും ചിലപ്പോൾ ഓപ്പോസിറ്റ് പാർട്ട്ണർക്ക് ഉണ്ടാവില്ല. അത് ചിലപ്പോൾ പാർട്ട്ണറും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും, അങ്ങനെ ചെയ്യുന്ന ഒരു പ്രശ്നമില്ലാത്തൊരു വ്യക്തിയായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ കോൺവെർസേഷൻ നടത്തേണ്ടി വരും. ഇതെനിക്ക് ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു നീഡ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് പുള്ളി ചിലപ്പോൾ ഓക്കെ ഫൈൻ, അതെന്താ കുഴപ്പം, ഞാനത് ചെയ്തോളാം. ഓക്കെ, അപ്പോ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ആയിട്ട് നമ്മൾ സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ കൊടുക്കുന്ന സമയത്താണ് നമുക്കിത് തിരിച്ചും കിട്ടുക. അങ്ങനെയാണ് ഇതിന്റെ ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് പോലെ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു പാലിടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതിലൂടെ ആളുകൾ ഇങ്ങോട്ടും വരും. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് ആളുകളെ സ്നേഹിക്കുക,
അങ്ങനത്തെ ആളുകളെ പരിഗണിക്കുക. അപ്പൊ നമുക്കത് തിരിച്ചും കിട്ടുന്നുണ്ടാവും. അപ്പൊ ആ കാര്യം നമുക്ക് എന്ത് ചെയ്യും, നമ്മളൊരു പരിധി വരെ ഹീലാക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് മൈൻഡ്ഫുൾനെസ് എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ, സെൽഫ് ലവ് മേക്ക് ചെയ്യുക, ഇപ്പൊ മെഡിറ്റേഷൻ എക്സസൈസ്, നല്ല ഡെയിലി റൊട്ടീൻസ് മേക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ഹീൽ ചെയ്തിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇനി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറാപ്പിയെയും ആശ്രയിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, നന്നായിട്ട് ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്തുന്ന സമയത്തൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു കോഴ്സിൽ, നമ്മുടെ എനിഗ്രാമിന്റെ കോഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ഒരു കോഴ്സിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ബേസിക് പോയിന്റ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റിന് മാത്രമുള്ളതോ ടീച്ചേഴ്സിന് മാത്രമുള്ളതോ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഉള്ളതാണ്. കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ ചുറ്റുപാടുള്ള ആളുകളെ മനസ്സിലാക്കിയില്ല. ഓക്കെ ഫൈൻ, നമ്മളെ മനസ്സിലാക്കണം. ചുറ്റുപാടുള്ള ആളുകളെയും സമൂഹത്തെയും ഇവരൊക്കെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താണ്, നമുക്ക് എക്സാക്ട്ലി എന്താണ് വേണ്ടത്, നമ്മുടെ വീക്ക് എന്താണ്, എന്തുകൊണ്ട് എന്നെ ആളുകൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നു, എന്നെ ആളുകൾ എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, എന്റെ വീക്ക് എന്താണ്, ഇമോഷൻ എന്റെ വീക്കാണോ, ഓക്കെ, എന്നെ ആളുകൾ എന്ത് ചെയ്യുന്നു, നിരന്തരം എന്റെ അടുത്ത് കടം വാങ്ങിയിട്ട് എന്തുകൊണ്ട് എനിക്ക് തിരിച്ചു തരുന്നില്ല, എനിക്ക് ചോദിക്കാൻ മടിയുള്ളത് കൊണ്ടായിരിക്കോ. അപ്പൊ ഇങ്ങനെ നമുക്കുണ്ടാകുന്ന പേഴ്സണലി ഉണ്ടാകുന്ന കുറെ കൺഫ്യൂഷനുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് പഠിക്കാം, നമ്മളെ കുറിച്ച് ഫസ്റ്റ് ആയിട്ട് പഠിക്കാം. നമ്മളെ കുറിച്ച് പഠിക്കുക മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകളെയും കുറിച്ചുകൂടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാൻ പറ്റും. ഇവിടെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ എല്ലാ ക്ലാസ്സിലും പൊതുവെ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് ലൈഫിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേ ആവണം എന്ന് പറയും. അതായത് നമ്മൾ വൈറ്റ് ആവരുത്, ബ്ലാക്ക് ആവരുത്, ഗ്രേ ആവണം. അപ്പൊ വൈറ്റ് ഓവർ നന്നായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വൈറ്റ് ആണ്, അവനെ കൂടുതൽ ആളുകൾ അറ്റാക്ക് ചെയ്യും. ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ നല്ല കുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടീനെ എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്യാണ് ചെയ്യുക, മുമ്പൊന്നും ചിലപ്പോൾ അപ്രിഷിയേറ്റ് ചെയ്യായിരിക്കും. ഇപ്പൊ ക്ലാസ്സിൽ ഒരു PT പീരീഡ് ഉള്ള സമയത്ത് ഞാൻ ടീച്ചറിനെ വിളിക്കാം എന്ന് പറയുന്ന ഒരു നല്ല കുട്ടിയാന്ന് വിചാരിക്കുക, ഈ ഒരു കുട്ടീനോട് മറ്റുള്ളവർക്ക് ഭയങ്കര ശത്രുതയായിരിക്കും. ഓക്കെ അല്ലെ, ഒരു സ്വാഭാവികമായിട്ട് നമ്മുടെ സോഷ്യലിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ ഇതുപോലെ ഓവർ വൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും, ഓവർ ബ്ലാക്ക് ആയിട്ടുണ്ടെങ്കിലോ അവിടെ നമ്മൾ അറ്റാക്ക് ചെയ്യും. നിങ്ങളൊരു മോശപ്പെട്ട ഒരു വ്യക്തിയാണ്, എല്ലാവരും നിങ്ങളെ വേണ്ടപ്പെട്ട ആളുകൾ പോയി നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഗ്രേ ആയിരിക്കുക, കുറച്ച് വൈറ്റും വേണം, കുറച്ച് ബ്ലാക്കും വേണം. ഇത് രണ്ടും മീഡിയത്തിൽ നിൽക്കുന്ന ആളുകളാണ് കോമൺ ആയിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കുറയും. അപ്പൊ നമ്മൾ അങ്ങനെ ജീവിക്കുന്നതാണ് കുറെ കൂടെ സമാധാനം ഉണ്ടാക്കാനും സന്തോഷം ഉണ്ടാക്കാനും ബെറ്റർ എന്നുള്ളതാണ് ഒരു ഫാക്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഒട്ടുമിക്ക കാര്യങ്ങൾ എന്താണ് ചൈൽഡ്ഹുഡ് ട്രോമ എന്നുള്ളതും അതെങ്ങനെയൊക്കെ സ്വാധീനിക്കാം നമ്മുടെ പേഴ്സണാലിറ്റി എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുന്നു, ചാറ്റ് ബോക്സിൽ ക്ലിയർ ആയിട്ടുണ്ടെന്ന് മെസ്സേജ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. അപ്പൊ ആ സംശയങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് തന്നെ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് പോവാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ. ചാറ്റ് ബോക്സ് അവിടെ ഉണ്ട്, ഈവൻ വോയിസിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ചൈൽഡ്ഹുഡ് ട്രോമയാണ്. അതിങ്ങനെ നമ്മുടെ ബാല്യകാലത്ത് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ മെമ്മറീസ് ആണെങ്കിൽ പോലും അത് ചെറിയ രീതിയിൽ നമ്മുടെ ഫ്യൂച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അത് തിരിച്ചറിയുക, എന്നിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് എത്ര ഏജ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മളെ എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റുമോ. ചിലപ്പോൾ നമ്മൾ പറയും എനിക്ക് ഇത്ര ഏജ് ആയി, ഞാൻ എന്തിനാ ഇനി എന്റെ മെന്റൽ ഹെൽത്ത് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നാളത്തെ ഒരു ദിവസമെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്, ആ ദിവസം നന്നായിട്ട് ജീവിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഡൗട്ട്സ്? ഹലോ സാർ, കേൾക്കാമോ? ആ ഓ ഓക്കെ, കേൾക്കാം. സാറേ നല്ല സെഷൻ ആയിരുന്നു, താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ ആ ഡൗട്ട് ഒരു പൊട്ട ചോദ്യമായിരിക്കാം, പക്ഷെ അത് പരിഗണിക്കാമെന്ന് പറയുന്നു ആദ്യമേ തന്നെ. ഓ ചോദിച്ചോളൂ ബിബിൻ.
ഓക്കെ, അതായത് നമുക്ക് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ സാർ ഇപ്പൊ ഇത്രയും ക്ലാസ് എടുത്തപ്പോൾ സാറ് പറഞ്ഞു വന്നിരിക്കുന്നത് നമ്മൾ ജനിച്ചതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചാണല്ലോ. ആ കുട്ടി കടന്നുപോയ ഉം. മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചാണല്ലോ. അത് ശരിക്കും ആ, ഈ ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അമ്മ ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളില്ലേ. ലൈക്ക് ഫോർ ഉം. എക്സാമ്പിള്, ഉം. ഇപ്പൊ ഒരു മദ്യപാനിയായിട്ടുള്ള ഒരു ഹസ്ബൻഡിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ലൈക്ക് അവർക്ക് ആ ഉം. സമയത്ത് വേണ്ട പരിഗണനയും സ്നേഹവും കരുതലൊന്നും കിട്ടാത്തപ്പോ ഒരുപക്ഷെ അവരോട് വെറുപ്പൊക്കെ തോന്നിപ്പോവാൻ സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഉം. അങ്ങനെയാണെങ്കിൽ അത് കുഞ്ഞിലേക്ക് വരാൻ വേണ്ടി പറ്റത്തില്ലേ? ഓക്കെ, യാ അപ്പൊ ഡെഫിനറ്റ്ലി ശരിക്കും പറയാം. നമ്മള് ഒന്ന് നമ്മളിത് വലിയൊരു ടോപ്പിക്കാണ്. നമ്മൾ ആ ഒരു part ഞാൻ മനഃപൂർവ്വം പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ചെയ്തു. സാറേ ഒരു 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 ഓക്കെ. ഒരു കുറച്ചുകൂടി ഉണ്ട്. ഒറ്റ സെക്കൻഡ് മതി. യെസ്, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ 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 അങ്ങനെ ഒരു പരിഗണന കിട്ടാത്ത ഒരു അമ്മയിൽ നിന്ന് ഈ അമ്മ ഹസ്ബൻഡിനെ വെറുക്കുവാന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഉണ്ടാകുന്ന കുട്ടിക്ക് ആണുങ്ങളോട് ഒരു വെറുപ്പും പേടിയൊക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കാരണമല്ല അത് ആ കുട്ടിക്ക് ഉണ്ടായേക്കുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ വേണ്ടി പറ്റും? അത് അപ്പൊ ആ കുട്ടിക്ക് ആ റീസൺ അറിയത്തില്ലല്ലോ. അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടെത്താൻ വേണ്ടി പറ്റും? ഒന്ന് നമുക്ക് ഒരു പ്രോബ്ലം ആകുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ അല്ലെ. ഓക്കെ, അതായത് പൊതുവെ പറയാറുള്ളത് ഒരു ഗർഭിണിയായി ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 4 മന്ത് മുതൽ ഒരു 4 to 6 മന്തിന്റെ ഇടയിൽ തന്നെ അവന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ആകാൻ തുടങ്ങുന്നതാണ് പറയുന്നത്. ഓക്കെ, പഠനങ്ങൾ പൊതുവെ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള കണക്ഷൻ അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ നാച്ചുറലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ അൺകോൺഷ്യസ് മൈൻഡിലൊക്കെ ഈ പറയപ്പെടുന്ന ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ജനറ്റിക് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ 50%, 40% ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്നിരുന്നാലും ഒരു 10% കൂടുതൽ എന്തായാലും നമ്മുടെ ജനറ്റിക് പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാരമ്പര്യമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഒരു മെന്റാലിറ്റി, അമ്മക്ക് ഉണ്ടാകുന്ന ആ ഒരു പെയിന്, ഇപ്പൊ ചില ആളുകൾ പറയണ്ടല്ലോ അച്ഛന് കിട്ടിയ ആ ഒരു സംഗീത വാസന മകന് കിട്ടുന്നത് പോലെ, അതേപോലെ തന്നെ അച്ഛനുണ്ടായിരുന്ന ആ ഒരു സ്ട്രെസ്സും മദ്യപാന ശീലവും ചിലപ്പോൾ മകനിലേക്ക് വരാം. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് നല്ലൊരു ശീലം ഉണ്ടായിരുന്നു സംഗീത വാസന, അതേപോലെ തന്നെ അച്ഛന് മോശം ശീലം ഉണ്ടായിരുന്നു ഇപ്പോ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ശീലം, ഇതും വരാം. ഇത് രണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇത് പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ പറയുന്നത് എല്ലാവർക്കും വരണം എന്നുള്ള ഒരു നിർബന്ധമല്ല, സാധ്യതയാണ് ഇവിടെ പറയുന്നത്. ഇത് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വന്നു എന്നുള്ള വരില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അവിടെ വരാം, സ്വാഭാവികമായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പിന്നെ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഈ ഒരു ഭൂമിയിലേക്ക് ജനിക്കുന്ന സമയത്ത് ആ ഒരു അച്ഛൻ കള്ളുകുടിയൊക്കെ നിർത്തി മൊത്തത്തിൽ ചേഞ്ചായി എൻവയോൺമെന്റ് ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ ഒരു ട്രോമ പ്രധാനമായിട്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നില്ല ഉണ്ടെങ്കിൽ പോലും പിന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അത് തിരികെ വരാനും സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാം. ക്ലിയർ ആണോ? സർ ക്ലിയർ ആണ്. ഓക്കെ, അല്ല നമുക്ക് ഒരു കുറച്ചുകൂടി ചോദിക്കാനുണ്ട്. അതായത് ഇപ്പൊ ആ കുട്ടിക്ക് ആ റീസൺ അറിയില്ല. ഒരുപക്ഷെ പേരൻസ് മരിച്ചു എന്ന് വിചാരിക്കുക, ആ കുട്ടി അനാഥയാണ്. അപ്പൊ ആ കുട്ടിയുടെ ആ പ്രോബ്ലം എങ്ങനെയാണ് ആ ഒരു സോഴ്സ് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നത്? എന്തിൽ നിന്ന് വരുന്നതാണ്? നമുക്ക് അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നത്? പാരമ്പര്യത്തെ കുറിച്ച് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്. നിങ്ങളാണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന്റെ കഥ അറിയായിരിക്കും, അച്ഛന്റെ ചൈൽഡ്ഹുഡ് അറിയായിരിക്കും, അമ്മയുടെ ചൈൽഡ്ഹുഡ് അറിയായിരിക്കും. ബേസിക്കലി നമുക്ക് അന്വേഷിക്കാൻ പറ്റും. ഇനി അറിയില്ല എന്ന് വിചാരിക്കുക, അമ്മയോട് ചോദിക്കാം. നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മുടെ അമ്മയോട് ചോദിക്കാം, അച്ഛനോട് ചോദിക്കാം. ഓക്കെ, ഇനി അവരില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുള്ള സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവരുടെ കൂടെ ജീവിച്ച ആളുകൾ, അവരോട് ചോദിക്കാം അവരെങ്ങനെയായിരുന്നു, അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ശീലങ്ങൾ ഉണ്ടായിരുന്നോ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് ചോദിക്കാം. അപ്പൊ നമുക്ക് കിട്ടൂലേ. അപ്പൊ നമുക്ക് ഇതൊരു വ്യക്തിയുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ സോഴ്സ് കിട്ടും. അപ്പൊ നമുക്ക് അവിടെ കിടക്കുന്ന ആ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഹീൽ ചെയ്യാൻ പറ്റും. അത് ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ശ്രമമാണ്. അപ്പൊ ഇത് പരിധി വരെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റാറുണ്ട് തെറാപ്പി എന്ന് പറയുന്നത്
ശ്രമമാണല്ലോ. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, തെറാപ്പി എന്ന് പറയുന്നത് ഒരു ശ്രമമാണ്. ഈ ഒരു ശ്രമത്തിലൂടെ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡി ആവാറുണ്ട് എന്നുള്ളതാണ് ഫാക്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് പാരമ്പര്യം പറയുകയാണെങ്കിൽ, ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിലൊക്കെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ചിലപ്പോ ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ശരിക്കും നമുക്ക് ഈ ട്രോമകളും ഉണ്ടാവുക, അല്ലെങ്കിൽ സന്തോഷവും ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഒരു മനുഷ്യന് അതായത് ഉണ്ടാകുന്നത്, ശരിക്കും പറഞ്ഞാൽ അതിനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഈ ശരിക്കും ട്രോമാസ് ഒക്കെ നല്ലത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാല്. ലൈഫിലൊരു സങ്കടവും ദുഃഖവും സങ്കടവും സന്തോഷവും ഉണ്ടാകുന്ന പോലെ ഒരു മിക്സ്ഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയല്ലേ ശരിക്കും. അല്ല, നമ്മളത് ബാഡ് ആയിട്ടല്ലേ ഇൻഫ്ലുവൻസ് ചെയ്യും. ട്രോമ എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡ് അല്ലേ, മനസ്സിലായോ? ട്രോമ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡാണ്. അല്ല, നമുക്ക് ഞാൻ പറഞ്ഞു ഉണ്ടാകുന്ന വന്നത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് തിരുത്താൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നല്ലതല്ലേ, ബെറ്റർ ആകാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. നമ്മളൊരു മെയിൻലി നമ്മളൊരു തെറാപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഒരു മെമ്മറിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ബ്രെയിനിൽ ഇരിക്കുന്ന ഒരു മെമ്മറിനെ നമുക്കിപ്പോ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ പോലെ നമുക്കൊരു ഫോൾഡർ എടുത്തിട്ട് ആ മെമ്മറിനെ കണ്ടു, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ മെമ്മറി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, അത് നഷ്ടപ്പെടുത്താൻ പറ്റത്തുമില്ല. അപ്പൊ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. നമ്മളത് അതായത് ഒരാൾക്ക് നല്ലതായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാം, ചീത്തതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം, ഇതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. ഇത് നിങ്ങളിപ്പോ പറഞ്ഞത് ചോയ്സ് ആണ് ഒരാളുടെ. അതങ്ങനെ ഒരാൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളുടെ ചോയ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്താ പറയാ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് തല്ലുകൊള്ളുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് പറയാം. എനിക്ക് എന്താ പറയാ, എന്റെ അമ്മയുടെ അടുത്ത് തല്ലുകൊള്ളുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതൊരു പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ തല്ല് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടാലോ. അപ്പൊ അതേപോലെ നമുക്ക് ഉണ്ടാകുന്ന മെമ്മറീസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമ്മൾ അവിടെ ചെയ്യുന്നത്, തെറാപ്പീസിലൊക്കെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് റീപ്ലേസിംഗ് ആണ്. അതായത് നമുക്ക് പേടിയുള്ള ഒരു സാധനം അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റുക, അതിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് മറ്റൊരു രീതിയിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യും. അതിനെ റീപ്ലേസ് ചെയ്യാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, ഇനി അങ്ങനെ ഒരാള് അത് എക്സ്പീരിയൻസ് ചെയ്യുകയോ അത് എൻജോയ് ചെയ്യാന്ന് പറയാൻ നമുക്ക് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോരുത്തരുടെ താല്പര്യം പലതല്ലേ. അപ്പോ മെയിൻലി നമുക്ക് ബേസിക് ആയിട്ട് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ, അത് നമുക്ക് ഹീൽ ചെയ്യുന്ന സമയത്ത്, അത് മാറുന്ന സമയത്ത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഒരുപാട് നന്നാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ, സാറ്റിസ്ഫൈഡ് സാർ. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഡെൻ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ടൈം കുറച്ചായിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അക്കാദമിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടോ എൻ്റെ അടുത്ത് ചോദിക്കാനോ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത വെബിനാറുകൾ വരുന്ന സമയത്തോ ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അക്കാദമിയുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു 20-ാം തീയതിയാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം. അപ്പൊ ഓൺലൈൻ ആയിരിക്കും, 5 ദിവസത്തെ ക്ലാസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഈ 5 ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ എല്ലാ ദിവസത്തെ ക്ലാസ്സും ഒരു നൈറ്റ് 8 PM to 9 PM വരെ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു 1 hour ടൈമിനൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അതിന്റെ റെക്കോർഡ്സും അതിന്റെ ടെസ്റ്റും കാര്യങ്ങളും അതിന്റെ അസസ്മെന്റുകളൊക്കെ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, കുറെ കൂടെ നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് കിട്ടാനും ആ ഒരു ക്ലാസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതുവരെ എന്റെ ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയാണ്. അപ്പൊ ഇനിയും നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, മുന്നോട്ടുള്ള ക്ലാസ്സുകളിലും കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ശുഭരാത്രിയും നേരുന്നു. ഓക്കെ, വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ബൈ.